പ്രിയമുള്ളവരെ, ഉച്ചഭക്ഷണത്തിന് ശേഷം അടുത്ത സെഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ പ്രതിനിധി സമ്മേളനത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ പ്രവർത്തനം, നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു, ഇനി ഏതൊക്കെ മേഖലകളിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട് എന്നതിനെക്കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത വിവരണമായിട്ടാണിത് ഞാൻ അവതരിപ്പിക്കുന്നത്. ആക്ച്വലി ഇത് അവതരിപ്പിക്കേണ്ടത് നമ്മുടെ പ്രിയങ്കരനായുള്ള ശശി താപ്രം സാറാണ്. സാറിന് ശാരീരികമായിട്ടൊരു ആവശ്യത, നമ്മുടെ പ്രസിഡന്റ് അത് സൂചിപ്പിച്ചിരുന്നു, ആവശ്യത വന്നപ്പോൾ നിർബന്ധപൂർവ്വം ഏറ്റെടുക്കേണ്ടി ഒരു വന്നതാണ്. അപ്പം നമ്മളൊരു ടൈം ബൗണ്ട് കൊടുത്തിട്ടുണ്ട്, 7-ാം തീയതിക്കുള്ളിൽ ജില്ലകൾ റിപ്പോർട്ട് തരണം എന്ന് പറഞ്ഞു. എന്നിട്ടും കിട്ടിയിട്ടൊന്നുമില്ല. അപ്പം എല്ലാവരും കൃത്യമായിട്ട് ചെയ്യുന്ന കുറേ ടിപ്പിക്കൽ കുറേ കാര്യങ്ങളുണ്ട്. അതുകൂടാതെ വ്യത്യസ്തത പുലർത്തിയ കുറേ അനുഭവങ്ങൾ കൂടിയുണ്ട്. അപ്പം അതൊക്കെ കൂടി ചേർത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. സ്ഥിരം പറയാറുള്ള പോലെ തെറ്റുകുറ്റങ്ങൾ വരാമെന്നൊക്കെ പറയുന്നു. കാരണം ഇത് സമയബന്ധിതമായിട്ട് കിട്ടിയിട്ടില്ല നമ്മളിതിൻ്റെ ഒരു ബുദ്ധിമുട്ടലായിരുന്നു. ഞാൻ പറഞ്ഞ പല പ്രാവശ്യങ്ങളായിട്ട് മാറ്റിവെക്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യസമയത്ത് ലഭ്യമല്ല. പക്ഷെ ആ ലഭ്യമായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ വിശദമായ ചർച്ചയ്ക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർക്കണമെന്ന് കൃത്യമായിട്ട് പറയുകയാണ്. അതാണ് ചർച്ച വെച്ചത്. ഓക്കെ. AEPWയുടെ 2ാം സംസ്ഥാന സമ്മേളനം ശിക്ഷക് സദൻ ചിന്താവളപ്പ് കോഴിക്കോട് ജൂലൈ 11 അവതരിപ്പിക്കുന്ന 2025 വാർഷിക റിപ്പോർട്ട്. AEPWയുടെ 1ാം സംസ്ഥാന സമ്മേളനത്തിന്റെ ആതിഥേയത്വം വഹിച്ചത് തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂർ ജവഹർ ബാലഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് 2025 മെയ് 10-11 തീയതികളാണ് സമ്മേളനം നടത്തപ്പെട്ടത്. മെയ് 10 പ്രതിനിധി സമ്മേളനവും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ അടിസ്ഥാന വർഗ പ്രതിനിധികളെ ആദരിക്കലും ചേർത്ത ചടങ്ങും മെയ് 11 2ാം ദിവസം വിശദമായ സംഘടനാ ചർച്ചകളും ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പുമായിരുന്നു നടന്നത്. പിതാക്കളെയും നമ്മുടെ സ്വകാര്യ അഹങ്കാരങ്ങളായ നേതാക്കളെയും സ്മരിച്ചു തുടങ്ങിയ യോഗം ഉദ്ഘാടനം ചെയ്തത് പട്ടികജാതി വകുപ്പ് മുൻ മന്ത്രി, ഇപ്പോഴത്തെ തൃത്താല MLAയുമായ ആലത്തൂർ MLAയുമായ ആലത്തൂർ MP ആയിരുന്ന, അങ്ങോട്ട് മാറിപ്പോകുന്ന ശ്രീ K രാധാകൃഷ്ണൻ സാറാണ്. നമ്മൾ ആദ്യം മന്ത്രി രാജൻ സാറിനെ ഉദ്ദേശിച്ചത്, അദ്ദേഹത്തെ കിട്ടിയില്ല. അങ്ങനെയാണ് ഇദ്ദേഹം വരുന്നത്. ഇപ്പോഴത്തെ തൃത്താല MLA ആയ ശ്രീ VT ബലറാമാണ് അന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ EWSുമായി ബന്ധപ്പെട്ട ഒരു ഭയങ്കര ഇഷ്യൂ നടന്നൊരു കാലഘട്ടം കൂടിയായിരുന്നു. സംസ്ഥാന ഭാരവാഹികളായി ശ്രീ രാജേഷ് ഓൾനടിയൻ പ്രസിഡന്റ്, ശ്രീ ശശി താപ്രം ജനറൽ സെക്രട്ടറി, ശ്രീ CS രാജേന്ദ്രൻ ട്രഷറർ എന്നിവരെയും ശ്രീ PK കൊച്ചുരാമൻ, സിന്ധു ഭാസ്കർ, ശ്രീ അജിത് അമ്പാൻ, ശ്രീ PT ഗോപാലൻ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ശ്രീമതി മായ PM, ശ്രീ അജിത് കുമാർ P, ശ്രീ ഷിബു ഭാസ്കർ, ശ്രീമതി പ്രസന്ന S എന്നിവരെ ജോയിന്റ് സെക്രട്ടറിയുമായി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ഒരാദ്യഘട്ടത്തിൽ ഒരു സമ്മേളനം നടത്തുന്നതിന്റെ എല്ലാ ബാലാരിഷ്ടതകളും ഉണ്ടായിരുന്നെങ്കിലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് തൃശ്ശൂർ ജില്ലയിലെ നേതാക്കൾ വളരെ കൃത്യമായിട്ട് എടുത്തു പറയണം. കാരണം ഒരു സമ്മേളനം കഴിഞ്ഞ് നമ്മൾ ഒരൊറ്റ വാക്കില് നന്ദി കൃതജ്ഞത രേഖപ്പെടുത്തി പോകുന്നതല്ല. കാരണം അത് വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ട് ഒരു മാതൃക ഇല്ലായിരുന്നു. ഇനി നമുക്ക് അടുത്ത വർഷം ഒരു മാതൃകയുണ്ട്. കാരണം കോഴിക്കോട് സമ്മേളനം എങ്ങനെ നടത്തി, അതിനെങ്ങനെ ഓവർടേക്ക് ചെയ്യുക, എന്ത് പ്രശ്നങ്ങൾ വന്നു. ഇത് ആദ്യത്തെ ഒരു സമ്മേളനം തൃശ്ശൂർ വെച്ച് നടത്തിയപ്പോൾ ഇപ്പോഴും ഈ സംഘടനയിലുള്ള സീനിയർ മെമ്പർമാരായുള്ള കൊച്ചുരാമൻ സാറ്, സാജൻ, അതുപോലെ മനോജ്, അങ്ങനെയുള്ള കണ്ണൻ, കഴിഞ്ഞ പ്രസിഡന്റ്, അങ്ങനെയുള്ള എല്ലാ ആൾക്കാരും കൂടി ചേർന്നുകൊണ്ട് ഒരു നല്ല ടീമായിട്ട് ആ സമ്മേളനം നടത്തി. അപ്പൊ ഈ അവസരത്തിൽ ഞാൻ ആ നേതാക്കളോട് നമ്മുടെ സംഘടനയുടെ പേരിൽ AEPWയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്താൻ ഉപയോഗപ്പെടുത്തുകയാണ്. നടപ്പ് വർഷം ഓൺലൈനിലും ഓഫ്ലൈനുമായി സംസ്ഥാന കമ്മിറ്റി യോഗങ്ങൾ നടന്നത്. 2 ഓൺലൈൻ യോഗത്തിന് ശേഷം ഒരു ഓഫ്ലൈൻ എന്ന രീതിയിലാണ് യോഗങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടത്. സംസ്ഥാനത്തിന്റെ 14 ജില്ലകളിലും AEPWയുടെ ശക്തമായ കമ്മിറ്റികൾ പ്രവർത്തിച്ചു വരുന്നു. ഇനി കഴിഞ്ഞൊരു വർഷം നടത്തിയ ജില്ലാ കമ്മിറ്റികളുടെ ചില പ്രത്യേക പ്രവർത്തനങ്ങളാണ്. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പരാമർശിക്കപ്പെടുന്ന കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിൽ നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ യാത്രകളും കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് വരുന്നത്. ഞാൻ അവിടെ നിന്ന് തുടങ്ങുകയാണ്. കാസർഗോഡ് ജില്ല കഴിഞ്ഞ വർഷം ചെയ്ത ഏറ്റവും ഒരു നല്ലൊരു പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അവര് ജില്ലാ ക്യാമ്പ് നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ പ്രസിഡന്റ് പ്രസ്താവിച്ചുകൊണ്ട് ഞാൻ ചിലത് വിട്ടുപോവാണ്. രണ്ടാമത് അവർ ചെയ്ത ഒരു വലിയ പദ്ധതി എന്ന് പറയുന്നത് ഉന്നതികളിലെ കുട്ടികൾക്ക് അവർ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. നല്ല കാര്യമാണത്.
സർക്കാർ സഹായം ചെയ്തെങ്കിലും അവരെ തേടി പിടിച്ച് അവർ ഉന്നതിയിലെ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്ത ഒരു പരിപാടി നടത്തുകയുണ്ടായി. മറ്റ് ജില്ലാ കമ്മിറ്റികൾക്കും കൂടി ഇത് മാതൃകയാക്കാം. പിന്നെ ബാക്കിയുള്ളതുപോലെ തന്നെ ക്യാമ്പുകളൊക്കെ സംഘടിപ്പിച്ചു. പിന്നെ അടുത്തത് രണ്ടാമത് നമ്മൾ അങ്ങോട്ട് കടന്നു പോകുന്നത് കണ്ണൂർ ജില്ലയിലേക്കാണ്. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കണ്ണൂർ തിരുവനന്തപുരം ജില്ലകളിലാണ്. കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആസ്ഥാനം വാള കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ വിട്ടുപോയതാണ്. കാസർഗോഡ് ജില്ലയ്ക്കും ഒരു ആസ്ഥാനം വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അംബേദ്കർ ദർശനങ്ങളെ കുറിച്ച് ബോധവൽക്കരണം നൽകാൻ സ്ഥിരമായി കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടത്തപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടന അറിയുന്നതിനും നിയമവിദഗ്ധരുടെ സഹായത്താൽ ഓൺലൈൻ നിയമ ക്ലാസുകളും നടത്തി വരുന്നുണ്ട്. ഉദ്യോഗാർത്ഥികളായി PSC കോച്ചിംഗ് ക്ലാസുകളും പൊതുസമൂഹത്തിനു വേണ്ടി സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും നടത്തുന്നുണ്ട്. അംഗങ്ങളുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി സ്വയം സഹായ നിധിയും വിജയകരമായി നടത്തി വരുന്നു. ഇതേ തന്നെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നടത്തി വരുന്നുണ്ടെന്ന് പ്രത്യേകം കൂട്ടിച്ചേർത്ത് വായിക്കാം. സംഘടനയിലെ റിട്ടയർഡ് വ്യക്തികളെ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സഹകരണ സംഘത്തിന്റെ സ്ഥാപക പ്രവർത്തനങ്ങളിലും കണ്ണൂർ കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുന്നു. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിലുള്ള തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും തനതായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥരും പെൻഷൻകാരുമായ നമ്മുടെ അംഗങ്ങൾക്ക് ഔദ്യോഗികപരമായ ആവശ്യങ്ങളും ആവലാതികളും നേടിത്തരുന്നതും നിറവേറ്റി തരുന്നതും അവതരിപ്പിക്കുന്നതും നമ്മൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി മുഖേനയാണ്. കാരണം സെക്രട്ടേറിയറ്റ് അവിടെ ആയതുകൊണ്ട് തന്നെ ഒരൊറ്റ ഫോൺ കോളിലെ സംഘടനയെ അറിയിക്കാനും പരിഹാരം കാണാനും നമുക്ക് കഴിയുന്നുണ്ട്. നമ്മുടെ ദിനാചരണങ്ങളുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ ഏറ്റവും മികച്ച വ്യക്തിത്വങ്ങളെ പങ്കെടുപ്പിക്കാനും സംഘടന ആത്മാർത്ഥമായി ശ്രമിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം പറയേണ്ടതാണ്. കാരണം തിരുവനന്തപുരത്താണ് ഏറ്റവും ക്രീമായിട്ടുള്ള ആൾക്കാരെ കിട്ടാൻ സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് ഈ വർഷത്തെ അവർ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് രാഷ്ട്രത്തിന്റെ അഭിമാനമായ ISROയുടെ ഗഗൻയാൻ പ്രോജക്ടിന്റെ സയന്റിസ്റ്റ് എഞ്ചിനീയർ ഡെപ്യൂട്ടി പ്രോജക്ട് ഡയറക്ടർ ശ്രീ മുരുകൻ സാറാണ്. മുരുകൻ സാർ നമ്മുടെ ഒരു സഹോദരനും കൂടിയാണ്. ISROയിലെ ഏറ്റവും ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ഒരാളാണ്. അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ നടന്നു വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ജില്ലാ കമ്മിറ്റിയുടെ പങ്ക് നിസ്തുലമാണ്. സമാന സ്വഭാവമുള്ള നമ്മുടെ മറ്റ് സംഘടനകളുമായി നമുക്ക് വേണ്ടി കൂട്ടായ്മ ഒരുക്കുന്നതും ബന്ധപ്പെടുന്നതും തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ്. നേരിട്ട് ബന്ധപ്പെടുന്നുണ്ട്. SRPC റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ AAPWനെ പ്രതിനിധീകരിച്ച് ജില്ലാ ഭാരവാഹി ശ്രീ ശ്യാംലാൽ സർ, അതുപോലെ തിരുവനന്തപുരം ശ്രീ ബിജിമോൻ കോട്ടയം എന്നീ രണ്ടുപേര് പങ്കെടുക്കണം. നമ്മുടെ കാര്യങ്ങൾ ആ കൂട്ടായ്മയിൽ അവതരിപ്പിക്കണം. കൊല്ലം ജില്ലാ കമ്മിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം, അത് പ്രത്യേകം ഓർക്കണം. നിതിൻ രാജിനെ ആദ്യമായിട്ട് ഓർമ്മിച്ച കമ്മിറ്റി കൊല്ലം ജില്ലാ കമ്മിറ്റിയാണ്. അത് പ്രത്യേകം നമ്മൾ അവരെ അഭിനന്ദിക്കണം. കാരണം ഇപ്പോഴാണ് നമ്മൾ നിതിൻ രാജിനെ ഇവിടെ കൊണ്ടുവരുന്നത്. ബാക്കി കാര്യങ്ങൾ ആസ് യൂഷ്വൽ പ്രോഗ്രാമുകളൊക്കെ നടത്തേണ്ട. അവിടെ കരുനാഗപ്പള്ളിയിലെ മുനിസിപ്പൽ ചെയർമാൻ പങ്കെടുത്ത ഇതിൽ വെച്ച് അവർ പറഞ്ഞൊരു പ്രസ്താവന കൂടി ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. ST പദ്ധതിയുടെ 90%, SC പദ്ധതിയുടെ ബഹുഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു നഗരസഭയാണ് അതെന്നും കൂടെ അദ്ദേഹം കൃത്യമായിട്ട് നമ്മുടെ റിപ്പോർട്ടിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അത്രയും കാര്യങ്ങളും. പിന്നെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട AAPWയുടെ സാർവത്രികമായിട്ടുള്ള അംഗീകാരത്തിന്റെ സാക്ഷ്യപത്രമായ സംഭവം നടക്കുന്നത്. സംസ്ഥാനത്ത് ശക്തമായ വേരുകളുള്ള അവർ വന്നിട്ടുണ്ട്. ഇവിടെ അംബേദ്കറൈറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് അസോസിയേഷൻ AEPA, W ഇല്ലാത്തുള്ളൂ. ആ സംഘടന ഒന്നാകെ AAPW ലയിക്കുകയും തുടർ പ്രവർത്തനങ്ങളിൽ നമ്മുടെ ഭാഗമാക്കുകയും ചെയ്യുന്നത് സന്തോഷപൂർവ്വം നിങ്ങളെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഈ സമ്മേളനത്തിൽ വന്ന AAPയുടെ പഴയ പ്രതിനിധികളെയും മുഴുവൻ അംഗങ്ങളെയും സമ്മേളനത്തിന്റെ പേരിൽ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ വിഭാഗത്തിന്റെ സത്വബോധവും ആത്മാഭിമാനവും ഉയർത്തിപ്പിടിക്കുന്ന തരത്തിൽ വിഭാവനം ചെയ്തതും സ്ഥാപിക്കപ്പെട്ടതും പരിപൂർണമായി SC ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതുമായ പാലക്കാട് സർക്കാർ മെഡിക്കൽ കോളേജിന്റെ പിന്നോക്കാവസ്ഥയും ഔദ്യോഗിക നിയമനങ്ങൾ, പ്രത്യേകിച്ച് പിൻവാതിൽ നിയമനങ്ങളെ കുറിച്ച് ആദ്യമായിട്ട് പ്രതികരിച്ചത് പാലക്കാട് ജില്ലാ AAPU കമ്മിറ്റിയാണ്. അതുപോലെ തന്നെ നിയമനങ്ങൾക്കെതിരായിട്ടുള്ള അതിനായിട്ടുള്ള ഒരു കൂട്ടായ്മ പാലക്കാടുണ്ട്. അതിലും ഞാൻ AAPWയുടെ ജില്ലാ കമ്മിറ്റി നേതൃത്വ രംഗത്തുണ്ട്. അക്കാദമിക തലത്തിലും തൊഴിൽ ലഭ്യതയിലും 70 മുതൽ 100% വരെ, കേരളത്തിൽ ഒരു സ്ഥാപനവും 70 മുതൽ 100% വരെ തൊഴിലിനും അക്കാദമിക രംഗത്തും സംവരണം ചെയ്യുന്ന ഒരേ ഒരു സ്ഥാപനമുള്ളത് പാലക്കാട് മെഡിക്കൽ കോളേജാണ്. ഇന്ത്യയിൽ തന്നെ SC ഫണ്ട് ഉപയോഗിച്ച് നടത്തപ്പെടുന്ന ഏക സ്ഥാപനവും പാലക്കാട് മെഡിക്കൽ കോളേജാണ്. അതിപ്പോൾ വളരെ മോശമായ അവസ്ഥയിലാണ്. അതിന്റെ പ്രശ്നങ്ങൾ പൊതുജന സമൂഹത്തിൽ അവതരിപ്പിച്ച് ഞങ്ങളാണ്. പ്രത്യേകിച്ച് നീൽ TVയിലൂടെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വീഡിയോസ് പുറത്തു വന്നിട്ടുള്ളത്. കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇനി തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാണ് അടുത്ത് പരാമർശിക്കപ്പെടുന്ന കമ്മിറ്റി. കാരണം നേരത്തെ പറഞ്ഞു, ആദ്യമായിട്ട് നമ്മുടെ
സംസ്ഥാന സമ്മേളനം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി നടത്തുകയുണ്ടായി. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഏറ്റവും മാതൃകാപരമായ ഒരു ഇടപെടൽ, അത് പ്രത്യേകം പറയണം. കാരണം AEPWO, ഈ W എന്ന് പറഞ്ഞാൽ വെൽഫെയർ ആണ്. വെൽഫെയർ എന്ന് പറഞ്ഞാൽ ക്ഷേമമാണ്. എങ്ങനെ തൃശ്ശൂർ കമ്മിറ്റി ഒരു ക്ഷേമം ഉണ്ടാക്കി എന്നതാണ് പറയുന്നത്, പ്രത്യേകം ഓർക്കണം. ലക്ഷക്കണക്കിന് രൂപയുടെ ഒരു വരുമാന വ്യക്തികളായിട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്ദ്രനീലം എന്നുള്ള പേരിൽ ഓഗസ്റ്റ് മാസം തവനൂർ അഗ്രികൾച്ചർ കോളേജിൽ വെച്ച് ഒരു ജില്ലാ നേതൃത്വ പരിശീലന ക്യാമ്പ് നടത്തിയിട്ടുണ്ടായി. ആ ക്യാമ്പിൽ പങ്കെടുത്ത ഒരു വ്യക്തി, ഒരംഗം ആ സ്പോട്ടിൽ വെച്ച് തന്നെയാണ് സംഘടനയ്ക്ക് പരാതി തരുന്നത്. AEPWന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന ഒരു സംഭവമാണ്. നമുക്ക് പരാതി തന്നിട്ട് അവര് പറഞ്ഞത്, അവരൊരു പ്രത്യേക സ്കീമിൽ ജോലി ചെയ്തു പോരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ അവർക്ക് ന്യായമായും സംവരണത്തിന്റെ തലത്തിൽ ലഭിക്കേണ്ട അസിസ്റ്റന്റ് പ്രൊഫസർ സ്ഥാനം, ഓർക്കുക, ഒരു സാധാരണ ടീച്ചിങ് സ്റ്റാഫ് എന്നുള്ളവർക്ക് അവർക്ക് ലഭിക്കേണ്ട അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന ആ സ്ഥാനം ലഭിക്കാൻ വേണ്ടി സംഘടനയെ സമീപിച്ചു. സംഘടനയെ സമീപിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ക്യാമ്പ് ഡയറക്ടറായുള്ള സിന്ധു ഭാസ്കർ മാഡമാണ് അത് ഏറ്റെടുത്തത്. സിന്ധു ഭാസ്കർ മാഡം ബാക്കിയുള്ളവരെ കൊണ്ട്, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയെ ഏറ്റെടുപ്പിക്കാൻ കാരണം, കാർഷിക കോളേജ് സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ മണ്ണുത്തിയിലാണ്. അതുകൊണ്ടാണ് അവരെ ഏറ്റെടുത്തത്. അങ്ങനെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം ലഭിക്കാൻ വേണ്ടി സിന്ധു ഭാസ്കർ മാഡത്തോടൊപ്പം മണ്ണുത്തി കാർഷിക സർവകലാശാലയിൽ ഡീൻ ഉൾപ്പെടെയുള്ള എല്ലാ അധികാരികളെയും നിരന്തരം സന്ദർശിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തുകൊണ്ട് ആ കാര്യം നേടിയെടുക്കാൻ കഴിഞ്ഞു. ആ പെൺകുട്ടിക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ സ്ഥാനം ലഭിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാന മാർഗം വരുന്നതാണ്. അത് നമുക്ക് കഴിയും. ഇറ്റ്സ് എ വെൽഫെയർ. ഈ വെൽഫെയർ ഉള്ളത് കൊണ്ട് തന്നെ എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സിനെ നമ്മൾ W അപ്പുറത്തുള്ള O കൊണ്ട് കവർ ചെയ്യാൻ പറ്റും. അതൊരു വലിയ ആത്മാഭിമാനമുള്ള നിമിഷമാണ്. തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി, കൊച്ചിരാമൻ സാറ്, അതുപോലെ സാജൻ സാറ്, പിന്നെ മനോജ്, പോയി മനോജ്, അതുപോലെ ശിവൻ സർ, അതുപോലെ വി കണ്ണൻ, ഇങ്ങനെ കുറച്ച് ആൾക്കാർ, പിന്നെ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ അതിനെ ഏറ്റെടുക്കുന്നില്ല. ഇവര് സ്ഥിരമായിട്ട് എന്നെ വിളിക്കും. ഞാൻ അവർ പോയിട്ട് അത് സാധ്യമാക്കാൻ നമുക്ക് കഴിഞ്ഞു. അത് നമ്മുടെ സംഘടനയുടെ ഒരു വലിയ വിജയമാണ് W കൊണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ സംഘടന ഇനിയും ഇടപെടണം എന്ന് തന്നെയാണ് ഞാൻ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ ജില്ലയിലെ ഒരു ഭാരവാഹി ഉണ്ടായിരുന്നു. ഇതും മാതൃകയാക്കാവുന്നതാണ്. സ്വയം സഹായ സഹകരണ സംഘം ഉള്ളതുപോലെ, നിധി ഉള്ളതുപോലെ ഒരു ജില്ലാ സെക്രട്ടറിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു പ്രശ്നം വന്നപ്പോൾ സാമ്പത്തിക സഹായം നൽകിയത് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയാണ്. പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ അവിടെയുള്ള ഇതൊക്കെ ഇത്തരം പ്രധാന ക്രൂഷ്യൽ വിഷയമാകുന്നത് സമൂഹത്തിൽ വരുന്നത് കൊണ്ടാണ്. ഒരു SC പ്രൊമോട്ടറുമായി ബന്ധപ്പെട്ട ഒരു തൊഴിൽ തർക്കം ഉണ്ടായി. അത് പരിഹരിക്കാൻ വേണ്ടി ശ്രീ സാജൻ സാറുണ്ട്, അതുപോലെ കണ്ണൻ, അവര് 2 അംഗങ്ങൾ പോയിട്ടാണ് ആ പ്രശ്നം പരിഹരിച്ചത്. അപ്പൊ തൃശ്ശൂർ കമ്മിറ്റി ഏത് കാലഘട്ടത്തിലാണോ ഇത് കൊണ്ടുവന്നത്, അതേ ദർശനങ്ങളുമായിട്ട് ഇന്നും സജീവമായിട്ട് രംഗത്ത് ഉണ്ട് എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്. മഹാന്മാരായ നമ്മുടെ പൂർവ്വ പിതാക്കന്മാരുടെ ജന്മദിനങ്ങളും പരിനിർവാണ ദിനങ്ങളും എല്ലാ ജില്ലാ കമ്മിറ്റികളും വ്യത്യസ്തമായ രീതിയിൽ ആചരിച്ചിട്ടുണ്ട്. എല്ലാവരും എഴുതി തന്നിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ തന്നെ പുതിയ ആൾക്കാരൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാവരും ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. മാത്രമല്ല SLC മുതൽ +2 വരെയുള്ള അതുപോലെ ഉയർന്ന പരീക്ഷകളിൽ വിജയികളെ അനുമോദിക്കുകയും മൊമെന്റുകൾ നൽകുകയും ആദരിക്കുകയും മോട്ടിവേഷണൽ ക്ലാസ്സുകൾ, കരിയർ ഗൈഡൻസ് ക്ലാസ്സുകൾ, PSC കോച്ചിങ്, ഇതൊക്കെ തന്നെ കൃത്യമായിട്ട് സംഘടന നടത്തി വരുന്നുണ്ട്. ഇനി അടുത്തത് സംഘടന ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ഇന്ദ്രനീലം 2025 എന്നൊരു പ്രോജക്റ്റ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തെ സംഘടനാ പ്രവർത്തനങ്ങളാൽ വേറിട്ട ഒരു അനുഭവമായിരുന്നു 2025 ഓഗസ്റ്റ് 9, 10 തീയതികളിൽ മലപ്പുറം ജില്ലയിലെ തവനൂരിലെ കേളപ്പജി ഗവൺമെന്റ് കോളേജ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഫുഡ് ടെക്നോളജി വെച്ച് നടന്ന ഇന്ദ്രനീലം 2025 എന്ന സംസ്ഥാന നേതൃത്വ പരിശീലന ക്യാമ്പ്. കുറെ പേര് പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ അവിടെ പഠിപ്പിച്ച കുറെ കാര്യങ്ങളുടെ എന്താണ് അംബേദ്കർ ദർശനം, എങ്ങനെ ആയിരിക്കും, വളരെ കൃത്യമായിട്ട് ഇന്ന് കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭരെ വെച്ചുകൊണ്ട് 2 ദിവസം ക്ലാസ് നടത്തി. അത് തന്നെ ഏറ്റവും വലിയൊരു അനുഭവമാണ്. ഈ ജില്ലയിലെ എല്ലാവരെയും ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ 2 ദിവസം താമസിച്ചുകൊണ്ട് ഒരു ക്യാമ്പ് നടത്താൻ കഴിഞ്ഞു എന്നത് നമ്മുടെ സംഘടന ഏറ്റവും വലിയൊരു വിജയമായിട്ട് കണക്കാക്കപ്പെടുന്നു. നോക്കുക, ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് നമുക്കറിയാം, നമ്മുടെ ഇടയിൽ തന്നെ എത്ര കഴിവുള്ളവരുണ്ട്. നമ്മുടെ ഇടയിലുള്ള ഒരു പിന്നണി ഗായകനാണ്. പണ്ട് യേശുദാസിന്റെയും ജയചന്ദ്രന്റെയും ഒപ്പം ഒരു ബ്രഹ്മാനന്ദൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. ഇപ്പോഴും അദ്ദേഹം എന്തിനാന്ന് ഞാൻ മനസ്സിലാക്കിയത്. നല്ല പാട്ടുകൾ മലയാളത്തിൽ സമ്മാനിച്ച, താരകരൂപിണി പോലുള്ള പാട്ടുകളൊക്കെ സമ്മാനിച്ച. അതുപോലെ ഇപ്പൊ കേരളത്തിലെ ദലിതരിലെ ഒരു നല്ല ഗായകനുണ്ട്. അദ്ദേഹത്തിന്റെ പേര് എടപ്പാൾ വിശ്വനാഥ് എന്നുള്ളൊരു പേരുള്ളത്. പക്ഷെ ഇതാണ് പന്തളം ബാലനെ പോലെ സാഹചര്യം കിട്ടാതെ വളർച്ച നിൽക്കുന്ന ഒരാൾക്കാരാണ്. അപ്പൊ പ്രശസ്ത സിനിമ പിന്നണി ഗായകനായ എടപ്പാൾ വിശ്വനാഥാണ് ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത്. അതൊരു വേറിട്ട അനുഭവമായിരുന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, നേതാക്കൾ, അംബേദ്കർ ദർശനം, SC ST സമൂഹത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക പരിപ്രേക്ഷ്യം,
ജാതി സർട്ടിഫിക്കറ്റ് നൽകുക, ഇതൊക്കെ ഓരോ വിഷയങ്ങളായിരുന്നു. പിന്നെ വിവരാവകാശ നിയമം, SC/ST അട്രോസിറ്റി ആക്ട്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ആ സംസ്ഥാന കമ്മിറ്റിയിൽ അല്ലെങ്കിൽ സംസ്ഥാന ക്യാമ്പിൽ വന്ന നിർദ്ദേശമാണ് ഓരോ ജില്ലകളിലും ബേസ് ചെയ്ത് ക്യാമ്പുകൾ നടത്തണമെന്ന്. എല്ലാവരും അത് ശിരസ വഹിച്ചുവെങ്കിലും കൃത്യമായിട്ട് ക്യാമ്പ് നടത്തിയുള്ളത് കാസർഗോഡ്, അതുപോലെ തന്നെ എറണാകുളം, കണ്ണൂർ ജില്ലകളിലാണ്. അതുപോലെ എറണാകുളത്തെ ജില്ലയുടെ ഒരു പ്രത്യേകത, എറണാകുളം ജില്ല, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എല്ലാ ജില്ലകളിലും ബേസ് ചെയ്തുകൊണ്ടാണ് അവർ ക്യാമ്പ് നടത്തിയത്. ആ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തത് സണ്ണിയം കമ്പിക്കാടായിരുന്നു. അതുപോലെ കണ്ണൂർ ജില്ലയുടെ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് ചരിത്രകാരിയായ മാളവിക ബിന്നിയായിരുന്നു, നമ്മുടെ നേതാവ്. ഇനി അടുത്തതാണ് ഏറ്റവും പ്രധാനം. ഒരു സംഭവത്തിൽ നമ്മൾ എങ്ങനെ ക്വിക്കായിട്ട് ആക്ഷൻ എടുക്കുന്നത്, 2 അനുഭവങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റിൽ നമ്മൾ പെട്ടെന്നാണ് ആക്ഷൻ എടുത്തത്. അതുപോലെ തന്നെ ഒരു ആക്ഷൻ എടുത്ത സംഭവമാണ്. വളരെ പെട്ടെന്ന് തന്നെ ഞാൻ അതിന്റെ പങ്കാളിയായതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. ഏത് സാഹചര്യത്തിലും പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും നമ്മൾ തയ്യാറെന്നുള്ള സാഹചര്യം ക്യാമ്പ് നൽകുകയുണ്ടായി. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് SC/ST വിഭാഗങ്ങൾക്ക് നൽകുന്ന ഗ്രാന്റിനെ സംബന്ധിച്ച് 50 ലക്ഷം രൂപ SC/ST സംവിധായകർക്ക് കൊടുക്കണം എന്നൊരു വാദം ഉണ്ടായിരുന്നു. അത് ശരിയല്ലെന്നും സ്ത്രീകൾക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ അവഹേളിച്ച ഒരു സംവിധായകൻ, ഞങ്ങളുടെ പേര് ഇവിടെ രേഖപ്പെടുത്തുന്നില്ല, അങ്ങനെ പറഞ്ഞാൽ പ്രശസ്തി വേണ്ട. ഒരു സംവിധായകൻ അതേ സദസ്സിൽ, അദ്ദേഹം ഏത് സദസ്സിൽ വെച്ചാണോ പറഞ്ഞത് അതേ സദസ്സിൽ വെച്ച് തന്നെ നമ്മുടെ ഒരു സഹോദരിയായ ഒരു ഗായികയുണ്ട്, അവര് നമ്മുടെ ആളാണെന്ന് നമ്മൾ പിന്നെ അപ്പോഴാണ് അറിയുന്നത്, പുഷ്പവതി പൊയ്പ്പാടത്ത് എന്ന് പറയുന്നത്. പുഷ്പവതി അപ്പൊ തന്നെ എതിർത്തതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ പുഷ്പവതിയുടെ നമ്പർ പിടിച്ചു, പുഷ്പവതിക്ക് അയച്ചു കൊടുത്തു. പുഷ്പവതിയോട് സംസാരിച്ചു. പുഷ്പവതി പറഞ്ഞു, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരുമില്ല. അന്ന് ഞങ്ങളുടെ ക്യാമ്പാണ്. അന്ന് ക്യാമ്പ് ഡയറക്ടർ സിന്ധു മേഡവുമായിട്ട് നമ്മൾ കൂടി ആലോചിച്ച് പെട്ടെന്ന് തന്നെ നമ്മളൊരു പന്തം കൊളുത്തി പ്രകടനം അന്ന് രാത്രി നമ്മുടെ എല്ലാവരും കൂടി നടത്തി. കുറെ കാലത്തിന് ശേഷമാണ് നമ്മുടെ ആൾക്കാർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തവനൂർ ടൗണിലൂടെ പോയത്. വലിയൊരു അനുഭവമായിരുന്നു, സന്തോഷം നല്ലൊരു അനുഭവമായിരുന്നു. അപ്പൊ കേരളത്തിൽ ആദ്യമായിട്ട് പുഷ്പവതി പൊയ്പ്പാടത്തിന് വേണ്ടി സംസാരിച്ച, പുഷ്പവതിക്ക് വേണ്ടിയല്ല, പുഷ്പവതിയുടെ ദർശനങ്ങൾ അംബേദ്കർ അല്ല, അത് വേറെ കാര്യം. പുഷ്പവതി പൊയ്പ്പാടത്തിന് വേണ്ടി സംസാരിച്ച ഒരേ ഒരു സംഘടന AAPW ആണ്. അതൊക്കെ പെട്ടെന്ന് ക്വിക്ക് ആക്ഷൻ എടുക്കാൻ കഴിയും. ഇനി AAPW നമ്മുടെ പൊതുസമൂഹവുമായുള്ള സമരങ്ങളുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. 1/8/2024 നമ്മളെല്ലാം ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട തീയതിയാണ് 1/8/2024. അന്നാണ് സുപ്രീം കോടതിയിലെ 7 അംഗ ഡിവിഷൻ ബെഞ്ച് ഒരു വിധി കൊണ്ടുവന്നു. അറിയാലോ നിങ്ങൾക്ക്, 3 വീലർ കൊണ്ടുവരുന്നതിനെ കുറിച്ച്, സംവരണത്തിലെ ഇടപെടലുകളെ കുറിച്ച്, സംവരണം നിർത്തുന്നതിനെ കുറിച്ച്. 2-3 കാര്യങ്ങളാണ്. ഒന്ന്, സംവരണത്തിൽ തന്നെ ഉപസംവരണം വേണമെന്ന്. സംവരണത്തിന്റെ ഇത് കിട്ടിയവർ കുറെ പേര് പണക്കാരായിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടില്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ കയ്യടി കിട്ടുന്ന കാര്യമാണ്. രണ്ടാമത്തെ കാര്യമാണ് പ്രശ്നം, ഒരു തലമുറയ്ക്ക് സംവരണം കിട്ടിയ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണ്ട. ഡോക്ടർ അംബേദ്കർ വിഭാവനം ചെയ്തത് 10 വർഷത്തേക്കാണ്. ആ 10 വർഷം കൊണ്ട് ശരിയായത് കൊണ്ട് അങ്ങനെ നീട്ടി വർഷങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഓരോ 10 വർഷം കൂടുമ്പോൾ കൂട്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും മാറാത്തത് ഒരൊറ്റ വിധി വന്നതുകൊണ്ട് അവര് നോക്കിയപ്പോ കുറച്ച് SC/ST-കാര് 3 വീലർ ആയിട്ടുണ്ട്. നമ്മൾ ഓർക്കുക, EWS ഒക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊരു 2.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുള്ള നമ്മളൊക്കെ APL ആകുന്ന ഒരു വലിയൊരു അവസ്ഥയുണ്ട്. നമ്മുടെ ആത്മാഭിമാനങ്ങൾ നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. അതിനെതിരെ പ്രതികരിക്കാൻ മറ്റ് സംഘടനകൾ വന്നപ്പോൾ അതിന്റെ മുമ്പിലും AAPW ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് AAPW ഉണ്ടായിരുന്നു. അതാണ് SRPC-യിലുള്ള കോൺഫറൻസിൽ നമ്മൾ പങ്കെടുക്കേണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 വട്ടമേശ സമ്മേളനങ്ങളാണ് ഇതിന് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഒന്ന് APPS-ന്റെ നേതൃത്വത്തിൽ, പിന്നെ ഗീതാനന്ദൻ സാറിന്റെ നേതൃത്വത്തിൽ, പിന്നെ വേറെ ഒന്ന്. അങ്ങനെ 3 സമ്മേളനങ്ങളിൽ 3-ലും നമ്മൾ പങ്കെടുത്തു. വിഷയം ഒന്നാണ്, പക്ഷെ 3 സ്ഥലത്താണ് നടന്നിരുന്നത്. അപ്പൊ നമ്മൾ ആവശ്യപ്പെട്ടത് എന്താണ്, ആ നിയമം പിൻവലിക്കണം. പക്ഷെ എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ അത് നടപ്പിലാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഫ്രീസ് ചെയ്തിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ. അപ്പൊ തൽക്കാലം ഇല്ല, പക്ഷെ ആ പ്രശ്നം അവിടെ ഉണ്ട്. ഹരിയാനയിൽ 2-3 സംസ്ഥാനത്ത് നടപ്പിലാക്കിയിട്ടുണ്ട്. അപ്പൊ അത് നമ്മുടെ ഒരു വിഷയമാണ്. നമ്മൾ നിസ്സാരമായിട്ട് കണ്ട, കാരണം എനിക്ക് മര്യാദയ്ക്ക് പെൻഷൻ ഉണ്ട്, എന്റെ ജീവിതം രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചാൽ നാളെ നിങ്ങളുടെ വീട്ടിലെ കുട്ടിക്ക് ഒരു തലമുറയ്ക്ക് കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത തലമുറയ്ക്ക് ഇല്ല. നമ്മൾ എത്ര പേര്, നമ്മൾ അതൊക്കെയാണ് നമ്മൾ എംപ്ലോയീസ് കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വല്ലാത്ത കാര്യമാണ്. അത് നമ്മൾ ഓർക്കണം. അതില് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് കേരള ഹർത്താല്, 2 ഹർത്താലാണ് കഴിഞ്ഞ വർഷം നടന്നത്. ഒന്ന് നിതിൻ രാജിന്റെ പ്രശ്നവുമായി ബന്ധപ്പെട്ട ഹർത്താലും, അതിനു മുമ്പ് കേരള ഹർത്താൽ നടന്നത് ഈ SC/ST സംവരണത്തെ SC സംവരണവുമായി ബന്ധപ്പെട്ട വിഷയം സുപ്രീം കോടതിയുടെ നിരീക്ഷണം വന്നതിന് ശേഷം. അതിലും
ഹർത്താലിൽ നമ്മൾ ആൾക്കാർ പങ്കെടുത്തേണ്ടായി. അതിൽ പാലക്കാട് ജില്ലയിലെ കുറച്ച് പ്രവർത്തകർ കേസിൽ പെടുകയുണ്ട്. പോലീസ് നേരിട്ട് കുറച്ച് കേസ് എടുത്ത സംഭവം ഉണ്ടായിട്ട് വാഹനം തടഞ്ഞത്. ആ സംഭവവും ഞാൻ പ്രത്യേകം ഇവിടെ സ്മരിക്കാം. പിന്നെ SC/STകളുടെ ഇ ഗ്രാന്റുമായി ബന്ധപ്പെട്ട് 22/11/2025 സെക്രട്ടേറിയറ്റ് മാർച്ച് നടന്നു. മറ്റു സംഘടന അതിലും നമ്മൾ AAPW പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് പ്രത്യേകം ഞാൻ എല്ലാവരും മുമ്പ് റിപ്പോർട്ട് ചെയ്തു. സംസ്ഥാനത്തെ മുഴുവൻ SC/ST സംഘടനകളുമായി AAPW സഹവർത്തിത്വം പുലർത്തുന്നുണ്ട്. നമുക്ക് ആരും വേണ്ടാത്തവരല്ല, എല്ലാവരും വേണം. നേരത്തെ നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞു, എല്ലാവർക്കും ഇടയിൽ ഒരു ചാലക ശക്തിയാവുക എന്നാണ്. ഇപ്പൊ നമ്മൾ ആലോചിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒഴുകിക്കൊണ്ടിരിക്കുക, മറ്റുള്ളവർ നമ്മളിലേക്ക് വരികയാണ്. അങ്ങനെയാണ് കേരളത്തിലെ പ്രശസ്തമായ ഒരു സംഘടന നമ്മുടെ കൂടെ വന്ന് ചേരുന്നത്. ഓക്കെ, ഇനി 10/6/2024 10/4/2026 ഡേറ്റ് അങ്ങോട്ട് ഇയർ മാറിയതാണ്. 10/4/2026 നമ്മുടെ സമൂഹത്തിന് മറക്കാത്തൊരു ദിനമാണ്. കേരളത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനതയെ നടുക്കിക്കൊണ്ട് കണ്ണൂർ അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ വിദ്യാർത്ഥി മരിച്ച നിലയിൽ കോളേജ് ക്യാമ്പസിൽ കണ്ടെത്തിയത് സംസ്ഥാനത്തെ പൊതുവായ പ്രതികരണത്തിനും പ്രതിഷേധത്തിനും ഇടയാക്കി. 18/4/2026 AAPയും സമാന സ്വഭാവമുള്ള സംഘടനകളുമായി യോജിച്ച്, അത് വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കണം, സംഘടനകളുമായി യോജിച്ച് ഡെന്റൽ കോളേജിലേക്ക് ഒരു പ്രകടനം നടത്തുകയുണ്ടായി. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള AAPW പ്രവർത്തകരെ ഇടപെടൽ പെട്ടെന്നാണ് അത് നമ്മൾ സംഘടിപ്പിച്ചത്. സംസ്ഥാന കമ്മിറ്റി പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നത്, ഞാനടക്കമുള്ള കമ്മിറ്റി അഭിനന്ദനം അറിയിക്കുന്നത്. പെട്ടെന്ന് നമ്മൾ ഇത് ചെയ്തു, എല്ലാവരും അവിടെ എത്തി. അവിടെ എത്തിയിട്ട് ആ പ്രകടനത്തിൽ 75% AAPW ആയിരുന്നു എന്നുള്ള ഓർക്കണം. നമ്മളാണ്, നമുക്ക് എവിടെയും എന്തും നടത്താം, ആരും സഹായില്ലെങ്കിലും ഒറ്റയ്ക്ക് നടത്താനുള്ള തന്റെ ഇടത്തിലായിട്ടുണ്ട്. കാരണം കേരളത്തിൽ ഒരു ജില്ലയിൽ AAPW ജില്ലാ കമ്മിറ്റിയിൽ നേതാക്കളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റില്ല, നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ കൊണ്ടുപോകാമെന്ന്. അത് പറയാനുള്ള ആർജവത്തിൽ ഇന്നിപ്പോ AAPW വളർന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകം ഓർക്കണം. നമ്മളല്ലെങ്കിൽ അടുത്ത നല്ലവർ ഇതിന്റെ പുറകെ വരാനുണ്ട്, അവർ സംഘടന നയിക്കും. പ്രത്യേക സാഹചര്യങ്ങൾ മുൻനിർത്തി AAPO സമരസന്നദ്ധരായി വന്ന മുഴുവൻ അംഗങ്ങളെയും സമരഭടന്മാരെയും ഈ അവസരത്തിൽ അനുമോദിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാരും സോഷ്യൽ മീഡിയയും മറ്റു മാധ്യമങ്ങളും കേരള ഹർത്താലിനെ കാര്യമായി പ്രാധാന്യം നൽകിയില്ല. എന്നാൽ ആത്മാഭിമാനമുള്ള അംബേദ്കറൈറ്റുകളുടെ പ്രതിഷേധത്തെ തൊടുന്യായങ്ങൾ നിരത്തി എതിർക്കാനുള്ള വ്യഗ്രത കാട്ടുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മളും അല്ലാതെ ഇനി കുറച്ചു പേരും കൂടി പാടുന്നു. നമ്മുടെ യുവതലമുറ, പ്രത്യേകിച്ച് നമ്മുടെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള എത്ര പെൺകുട്ടികൾ, എത്ര ആൺകുട്ടികളാണ് കൃത്യമായിട്ട് രംഗത്ത് വന്നത്. വളരെ സന്തോഷമുണ്ട്. കാരണം അവർ മനസ്സിലാക്കുന്നു ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയമാണ്. അവരാണ് അതിനെ പ്രതികരിച്ചത്. ഞാൻ അതിൽ പ്രത്യേകം എടുത്തു പറയുന്ന ഒരാളുടെ, അയാൾക്ക് പേര് കിട്ടിയാലും കിട്ടിയാലും കാര്യമില്ല, ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞൊരു നിരീക്ഷകനുണ്ട്. അയാളാണ് നമ്മളെ ഏറ്റവും കൂടുതൽ എതിർത്തത്. മനോരമ ചെയ്തൊരു കള്ളമായിരുന്നു അന്ന് ഹർത്താലിന്റെ സമയത്ത് കോട്ടയത്ത് ഉണ്ടായ സംഭവം. ആ സംഭവത്തെ ഹൈലൈറ്റ് ചെയ്തത് അദ്ദേഹം പറഞ്ഞു, ഡയാലിസിസ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ തടഞ്ഞു എന്ന്. നമുക്കറിയാം, നമ്മൾ പറഞ്ഞിരുന്നു 28-ന് ഞങ്ങൾ ഹർത്താൽ നടത്തിയിരുന്നു. മറ്റുള്ളവർ ഹർത്താൽ നടത്തിയാലും നമുക്ക് ആർക്കും പ്രശ്നമില്ല. ദലിതർ, അടിസ്ഥാന വർഗം ഹർത്താൽ നടത്തിയാൽ മാത്രം പ്രശ്നം. അതങ്ങ് പൊളിച്ചു കൊടുക്കാൻ കഴിഞ്ഞു നമുക്ക്. ഇനി കേരള ഹർത്താൽ, ദലിത് ഹർത്താൽ എന്നൊക്കെ പറഞ്ഞ ഇവർ മുട്ടുവിറയ്ക്കും. ആ രീതിയിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞു, നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞത് പ്രത്യേകം പ്രസ്താവിക്കുന്നു. ഇനി നിതിൻ രാജിന്റെ മരണം നമ്മുടെ പൊതുസമൂഹത്തിൽ SC/ST വിഭാഗങ്ങൾ ഉണ്ടാക്കിയ കൂട്ടായ്മയും ഐക്യവും ഏകോപന പ്രവർത്തനങ്ങളുടെ അഭാവത്തിൽ ശൈഥില്യം സംഭവിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്, ഓർക്കണം. ബാധിക്കപ്പെട്ട കുടുംബത്തിന്റെ നിലപാടുകളും നമ്മുടെ സമൂഹത്തിന് ഗുണകരമായിട്ടില്ല. എങ്കിലും ഇത്തരം സംഭവങ്ങൾ നമ്മളിൽ ഉണ്ടാക്കിയ പ്രതികരണത്തിന്റെയും പ്രതിഷേധത്തിന്റെയും അഗ്നിജാലകളെ കെടുത്തുവാൻ നമ്മൾ അനുവദിക്കരുത്. അതിന്റെ സാക്ഷ്യപത്രമാണ് ചരിത്രപരമായ നമ്മുടെ സമ്മേളന നഗരിക്ക് അകാലത്തിൽ പൊലിഞ്ഞ നമ്മുടെ കൊച്ചനുജന്റെ പുത്രന്റെ പേര് നൽകി നിതിൻ രാജ് നഗർ എന്ന പേരിലാണ് നമ്മൾ ഈ സമ്മേളനം ആഘോഷിക്കുന്നത്. അപൂർണതയിൽ നിന്ന് പൂർണ്ണതയിലേക്കുള്ള പ്രയാണത്തിൽ അടിസ്ഥാന വർഗ വിമോചനം സ്വപ്നം കണ്ട നമ്മുടെ അണിചേരലിന് ഇന്ധനമായി തീർന്ന ഡോക്ടർ BR അംബേദ്കറുടെയും നമ്മുടെ യജമാനൻ മഹാത്മാ അയ്യങ്കാളിയുടെയും ദർശനങ്ങളും പ്രവർത്തനങ്ങളും നമുക്ക് പ്രചോദനമാകട്ടെ. ഇനിയും നമുക്ക് ദൂരങ്ങൾ സഞ്ചരിക്കാനുണ്ട്. നല്ല നാളെ നമുക്ക് ലഭ്യമായില്ലെങ്കിലും അടുത്ത തലമുറയ്ക്ക് നൽകുവാൻ നമുക്ക് കഴിയുമാറാകട്ടെ. ശുഭപ്രതീക്ഷയോടെ നമുക്ക് മുന്നേറാം. ജയ് ഭീം, ജയ് അയ്യങ്കാളി. ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. അടുത്തതായിട്ട് നമ്മുടെ സംഘടനയുടെ വരവ് ചെലവ് കണക്കുകൾ അവതരിപ്പിക്കുന്നതിന് CS രാജേന്ദ്രൻ സാർ ക്ഷണിക്കുന്നു. അധ്യക്ഷൻ കൊച്ചുരാമൻ സാർ, പക്ഷേ അവർക്ക് നമ്മുടെ
മാത്രമല്ല നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് കൊളാടിയൻ സാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സിന്ധു മാഡം, സംസ്ഥാന സെക്രട്ടറി ഇൻചാർജ് അജിത് കുമാർ സാർ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജിത് അഹമ്മദ് സാർ, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പ്രസന്ന മാഡം, മറ്റ് സംസ്ഥാന ഭാരവാഹികളെ, ജില്ലാ ഭാരവാഹികളെ, ഇന്നിവിടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേർന്ന, ഈ കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ടും ഈ സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ബന്ധുക്കളെയും, നമ്മുടെ സുഹൃത്തുക്കളെയും, സഹോദരി സഹോദരന്മാരെയും കുട്ടികളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ജയ് ഭീം. കഴിഞ്ഞ ഒരു വർഷത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതിയാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. 1/4/25 മുതൽ 31/3/2026 വരെയുള്ള വരവ് ചെലവ് കണക്കുകളാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. മുൻവർഷത്തെ 2020-24 നീക്കിയിരിപ്പ് 168 രൂപ. മെമ്പർഷിപ്പ് വിഹിതം വരവാണ് ഞാൻ ആദ്യം വായിക്കുന്നത് കേട്ടോ. മെമ്പർഷിപ്പ് വിഹിതം എറണാകുളം 5000 രൂപ, കോഴിക്കോട് 6200 രൂപ, ആലപ്പുഴ 1100 രൂപ, അങ്ങനെ 12300 രൂപ നമുക്ക് കഴിഞ്ഞ വർഷം മെമ്പർഷിപ്പ് വിഹിതമായിട്ട് ജില്ലകൾ തന്നതാണ്. ഈ വർഷം 2 ജില്ലകളാണ് ഇതുവരെയായിട്ട് നമുക്ക് മെമ്പർഷിപ്പിൻ്റെ വിഹിതം തന്നേക്കുന്ന 10000 രൂപ. അത് ഈ അടുത്ത വർഷത്തെ അക്കൗണ്ടിൽ വരുള്ളൂ. കണ്ണൂർ ജില്ലയും എറണാകുളം ജില്ലയും 10000 രൂപ മെമ്പർഷിപ്പ് വിഹിതം തന്നിട്ടുണ്ട്. മറ്റ് ജില്ലകളും മെമ്പർഷിപ്പ് വിഹിതം എത്രയും വേഗം സംസ്ഥാന സമിതിക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരത്തിൽ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിലവുകൾ, സംസ്ഥാന കമ്മിറ്റിയുടെ ചിലവുകൾ, മറ്റ് അടിയന്തര ചിലവുകളെല്ലാം നമ്മൾ നിറവേറ്റുന്നത് ഈ പൈസയിൽ നിന്നാണ് നമ്മൾ ചിലവ് കണ്ടെത്തുന്നത്. അതല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേരോട് നമ്മുടെ സംസ്ഥാന സമിതി അംഗങ്ങളോട് അഡ്വാൻസ് വാങ്ങിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചിലവുകൾ നടത്തിയിരുന്നത്. അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എല്ലാവരും, എല്ലാ ജില്ലാ ഭാരവാഹികളും നമ്മുടെ സംസ്ഥാന വിഹിതം മറക്കാതെ തരണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കഴിഞ്ഞ വർഷം നമ്മൾ അഡ്വാൻസ് വാങ്ങിച്ച പൈസ, അത് 25-26 അഡ്വാൻസ് 8000 രൂപ, അത് തിരിച്ചു കൊടുക്കേണ്ടതായ അഡ്വാൻസ് ആയിരുന്നു. അത് മന്ത്ലി സപ്പോർട്ട് ഫണ്ടെന്നും പറഞ്ഞുകൊണ്ട് സംസ്ഥാന ഭാരവാഹികളിൽ നിന്നുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 200 രൂപ എല്ലാ മാസവും ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് മൊത്തം കിട്ടിയിരിക്കുന്നത് 36,600 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ അഡ്വാൻസ് അതിൽ തന്നെ ഒരു മാസം 200 രൂപ വെച്ചാണ്. 2 മാസത്തെ അഡ്വാൻസ് തന്നേക്ക് ശശി തപ്രം സാറും അഡ്വാൻസ് ആയിട്ട് തന്നതാണ്. സിന്ധു ഭാസ്കർ മാഡമാണ് തന്നേക്കുന്ന. ഈ വർഷം നമ്മുടെ കൊച്ചുരാമൻ സാർ 400 രൂപ അഡ്വാൻസ് ആയിട്ട് അത് ഈ അക്കൗണ്ടിൽ വരുന്നില്ല, അടുത്ത വർഷത്തിലേ വരുള്ളൂ. സ്പെഷ്യൽ ഡൊണേഷനായിട്ട് 3000 രൂപ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് 3 പേരാണ് തന്നത്. അതിൽ ഒന്ന് ശ്രീകാന്ത് സാറ്, ഒന്ന് സിന്ധു മാഡം, ഒന്ന് ശ്യാംലാൽ സാറ്, അങ്ങനെ 3000 രൂപ സ്പെഷ്യൽ അഡ്വാൻസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മലപ്പുറം ക്യാമ്പിന് രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 76,000 രൂപ നമുക്ക് കിട്ടിയിരുന്നു. അങ്ങനെ മൊത്തം വരവ് 1,37,068 രൂപ. ചിലവുകൾ പോസ്റ്റൽ ആൻഡ് കൊറിയർ 780 രൂപ, DTP, ഫോട്ടോസ്റ്റാറ്റ്, പ്രിൻറ്റിങ് എക്സെട്ര, അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചിലവ് വന്നേക്കുന്ന 18,726 രൂപ. അത് അതിൻ്റെ എല്ലാത്തിൻ്റെ ബില്ലുകൾ നമ്മുടെ കയ്യിലുണ്ട്. സംസ്ഥാന കമ്മിറ്റി ചിലവ്, സംസ്ഥാന കമ്മിറ്റി കൂടിയതിൻ്റെ ചിലവുകൾ 14,945 രൂപയാണ്. അതുപോലെ പ്രസിഡൻറ്റും അതിന് സെക്രട്ടറിക്ക് നമ്മൾ യാത്രാബത്ത കൊടുത്തിട്ടുണ്ട്. അത് 3000 രൂപയാണ്. പ്രസിഡന്റ് സെക്രട്ടറി മിക്കവാറും കയ്യിൽ കാശെടുത്തിട്ടാണ് എല്ലാ ജില്ലകളിലും പോകുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നേരം സ്ഥലത്ത് പോയ നേരത്ത് നമ്മൾ അവർക്ക് ചെറിയ യാത്രാബത്തം എന്ന് വെച്ചാൽ ട്രെയിൻ ഫെയർ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്, അല്ലാതെ എക്സ്ട്രാ പൈസ അല്ല. ട്രെയിൻ ഫെയർ മാത്രം റീഫണ്ട് ചെയ്തേക്കുന്നത് 3000 രൂപയാണ്. സ്റ്റേഷനറി ഒരു 130 രൂപ. അഡ്വാൻസ് വാങ്ങിയ, കഴിഞ്ഞ വർഷം അഡ്വാൻസ് വാങ്ങിയ 8000 രൂപയും ഈ വർഷം വാങ്ങിച്ച 8000 രൂപ കൂടി തിരിച്ചു കൊടുത്തു. 16,000 രൂപ നമ്മളങ്ങനെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതല്ലേ മലപ്പുറം ലീഡർഷിപ്പ് ക്യാമ്പിൽ നമുക്ക് 70,000 രൂപ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 18,000 രൂപ അതിൻ്റെ
ബില്ല് കഴിഞ്ഞ മാസം സംസ്ഥാന ജല കൗൺസിൽ വന്നപ്പോഴാണ് നമുക്ക് കിട്ടിയത്. അതുകൊണ്ട് അത് സെറ്റിൽ ചെയ്യാതെ വെച്ചത്. അങ്ങനെ അത് 18,000 രൂപ നമ്മൾക്ക് ഒരു ബാധ്യതയായിട്ട് ഉണ്ട്. അത് അടുത്ത ഈ വർഷത്തിൽ നമുക്ക് മേക്കപ്പ് ചെയ്യാവുന്നതാണ്. പല വകയിൽ നമുക്കൊരു 450 രൂപ കൂടി ചിലവായിട്ടുണ്ട്. ബാങ്കിൽ നമുക്ക് ഒരു 2010 രൂപ ബാങ്കിൽ ഉണ്ട്. ട്രഷറിൻ്റെ കയ്യിൽ ബൈ ഹാൻഡ് ക്യാഷ് ഓൺ ഹാൻഡിൽ 11,027 രൂപ. അങ്ങനെ മൊത്തം നമുക്ക് ക്യാഷ് ബാലൻസ് 13,037 രൂപ. അങ്ങനെ ടോട്ടൽ 13,037 രൂപ ഈ വർഷം 1/4/26 തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 168 രൂപയായിരുന്നു. അത് നമുക്ക് ഈ വർഷം ഇത്രയൊക്കെ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിന് നല്ലൊരു ഇതാണ്. അപ്പോൾ എല്ലാ ജില്ലകളും നമുക്ക് ആ മെമ്പർഷിപ്പിൻ്റെ വിഹിതം കൃത്യമായിട്ട് തരികയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഇതൊരു ഹെൽപ്പ് ചെയ്യണമെങ്കിൽ ആർക്ക് അസുഖം വന്നാൽ അതുപോലത്തെ കാര്യങ്ങൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യേണ്ട സന്ദർഭം വന്നു കഴിഞ്ഞാൽ സാധാരണ ഇത് എല്ലാവരും കയ്യിൽ നിന്ന് പിരിവിട്ടാണ് ചെയ്യുന്നത്. ഈ ഫണ്ടിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് എല്ലാ ജില്ലാ ഭാരവാഹികളും സംസ്ഥാന മെമ്പർഷിപ്പ് വിഹിതത്തിൻ്റെ സംസ്ഥാന വിഹിതം കൃത്യമായിട്ട് തരാൻ ശ്രദ്ധിക്കണം. ഈ അവസരത്തിന് അഭ്യർത്ഥിക്കുകയാണ്. ഇതാണ് നമ്മുടെ ആകെ വരവ് 137,068, ചിലവ് കഴിഞ്ഞിട്ട് 13,037 രൂപ നമുക്ക് ബാലൻസ് ഉണ്ട് ഈ വർഷം. ഈ വർഷം എന്ന് വെച്ചാൽ 1/4/2000. ഇതാണ് നമ്മുടെ ഈ വർഷത്തെ കണക്ക്. മറ്റൊരു കാര്യം കൂടി എന്ന് വെച്ചാൽ നമ്മുടെ സംസ്ഥാന സമ്മേളനം നടന്നത് കഴിഞ്ഞ മെയ് 9, 10. ആ കണക്ക് നമ്മൾ സെപ്പറേറ്റാണ് എടുത്തത്. കാരണം ഈ അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റാണ്. ഇപ്പോൾ ഈ വർഷത്തെ ഇതുപോലെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ അക്കൗണ്ട് നമ്മൾ സെപ്പറേറ്റാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതിനകത്ത് കാസർഗോഡിൻ്റെ വീതം വരവ് കാസർഗോഡിൻ്റെ വീതം 20,000 രൂപ, കണ്ണൂരിൻ്റെ വീതം 20,000 രൂപ, കോഴിക്കോട് 20,000 രൂപ, വയനാട് 5,000 രൂപ, മലപ്പുറം 20,000 രൂപ, പാലക്കാട് 10,000 രൂപ, തൃശ്ശൂർ 20,000 രൂപ. കഴിഞ്ഞ വർഷം നമ്മൾ 20,000 രൂപയാണ് വിഹിതം വെച്ചിരുന്നത്. എറണാകുളം 20,000 രൂപ, ഇടുക്കി 10,500 രൂപ, കോട്ടയം 20,500 രൂപ, ആലപ്പുഴ 5,000 രൂപ, പത്തനംതിട്ട 15,000, കൊല്ലം 1 രണ്ടായില്ല, തിരുവനന്തപുരം 20,000 രൂപ. അതിന് മൊത്തം 2,31,000 രൂപയാണ് നമുക്ക് കിട്ടിയത്. പക്ഷെ നമ്മുടെ ചിലവ് എന്ന് വെച്ചാൽ ചിലവുകൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ മറ്റ് ബില്ലുകൾ എല്ലാം കൂടി വന്നത് 50,220 രൂപ. പ്രിൻറ്റിംഗ് ആൻഡ് നോട്ടീസിൻ്റെ ചിലവ് 15,229 രൂപ. സ്റ്റേഷനറി ജനറൽ റെസ്പോൺസ് ആൻഡ് ബിൽസ് 77,225. ഫുഡ് 63,650 രൂപ. രണ്ടാമത്തെ ദിവസം ഫുഡ് 24,610 രൂപ. കോൺഫറൻസിൻ്റെ മിസ്ലേനിയസ് എക്സ്പെൻഡിച്ചർ 5,255 രൂപ. TA ഗസ്റ്റ് വന്നതിന് അവർക്ക് 1,500 രൂപ. ഈ ഹാള് അതും ഇതൊക്കെ വിട്ടതാണ്. ഈ 50,000 ഹാളിൻ്റെയും മറ്റ് അതുപോലത്തെ അവിടെ ഡെക്കറേഷൻ മറ്റ് ഒരു ചിലവുകൾ എല്ലാം കൂടിയാണ്. അത് തൃശ്ശൂർ ജില്ല വഹിച്ച ചിലവുകളാണ് അതെല്ലാം. അത് ആണ് 50,220 രൂപ. മൊത്തം ചിലവ് 2,37,719 രൂപ. നമുക്ക് വരവ് 2,31,000 രൂപയായിരുന്നു. ഡെഫിസിറ്റ് 6,719 രൂപയായിരുന്നു. അത് നമ്മുടെ സിന്ധുമാടത്തോടും അതുപോലെ തന്നെ മനോജ് സാറും ഒക്കെ പിന്നെ സാജൻ സാറും ഒക്കെ മറ്റ് ബില്ലുകളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പൈസ കുറച്ച് തന്ന് ആ പൈസയിൽ നമ്മൾ ആ ഡെഫിസിറ്റ് ബാലൻസ് ചെയ്താണ് പോയത്. അങ്ങനെ മൊത്തം വരവും ചെലവും 2,31,000 നമ്മൾ നിജപ്പെടുത്തിയിരിക്കുകയാണ്. ഇതാണ് കഴിഞ്ഞ വർഷത്തെ സാമ്പത്തിക സ്ഥിതി. താങ്ക് യു. ഇതിൻ്റെ കോപ്പി എല്ലാ വാട്സാപ്പ് ഗ്രൂപ്പിലും നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. നന്ദി രാജൻ സാർ. നമ്മുടെ സംഘടനയുടെ മുന്നോട്ടുള്ള കുതിപ്പിന് വേണ്ടിയിട്ട് 140 മണ്ഡലങ്ങളായിട്ട് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് അവതരിപ്പിക്കുന്നത് ഷിബു സാറാണ്. പക്ഷേ അതിനൊരു ഔദ്യോഗിക ഉദ്ഘാടനം നടത്തുന്നുണ്ട്. അതിന് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് രാജേഷ് കൊടേരി സാറെ ക്ഷണിക്കുന്നു. AEPWയുടെ സമ്മേളനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ ജയ് ഭീം. നമ്മുടെ പ്രവർത്തനങ്ങൾ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ സമയത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആൾക്കാർ അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ സംഘടന ശക്തിയാണ് അത് കാണിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പാകുമ്പോൾ 140 നിയമസഭാ മണ്ഡലങ്ങളിലും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ
നമ്മുടെ ഭാരവാഹികളെ തേടി വരും. അപ്പം കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. 140 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ നമ്മുടെ സഹായം തേടി എത്തുന്ന തരത്തിലേക്ക് നമ്മുടെ പ്രവർത്തനത്തെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ 140 നിയമസഭാ മണ്ഡലങ്ങളിലും 140 സോണൽ വാട്സാപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ചത്. കുറച്ച് പേരെയൊക്കെ ഔദ്യോഗികമായ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ കുറച്ച് പേരെയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പുകളിലും സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഉണ്ടാകും. അതോടൊപ്പം തന്നെ അതാത് ജില്ലകളിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർമാരുണ്ടാകും. പിന്നെ ആവശ്യമുള്ള ആർക്കും ഏത് ഗ്രൂപ്പിൽ വേണമെങ്കിലും ആൾക്കാരെ ചേർക്കുവാൻ വേണ്ടി അഡ്മിനാക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാരെയും, മുഴുവൻ എംപ്ലോയീസിനെയും പെൻഷനേഴ്സിനെയും നമ്മുടെ ഒരു നെറ്റ്വർക്കിനുള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്തത്. പ്രധാനമായിട്ട് നമ്മളത് ചെയ്തു വെച്ചേക്കുന്നത്, നമ്മൾ സ്ക്രീൻ ഉണ്ടെങ്കിൽ കാണിക്കാൻ വേണ്ടി പറ്റുമായിരുന്നു. ഇപ്പോൾ പറയാം, നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളും വരും. ആ ജില്ലയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള നിയമസഭാ മണ്ഡലങ്ങൾ മൊത്തവും ഉണ്ടാകും. ആ നിയമസഭാ മണ്ഡലത്തിൻ്റെ ഫോൾഡറിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തുള്ള വാർഡുകൾ, പഞ്ചായത്തുകൾ മൊത്തവും വരും. ആ പഞ്ചായത്തിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത്, ആ ഫോൾഡറിനകത്ത് അതിനകത്തുള്ള വാർഡുകൾ മൊത്തവും ഉണ്ടാകും. ആ വാർഡിൻ്റെ കൂടെ നമ്മുടെ വാർഡിൻ്റെ പേര്, അതോടൊപ്പം നമ്മുടെ ഒരു അംഗത്തിൻ്റെ പേര്, ഫോൺ നമ്പർ, മറ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമുക്ക് അതോടൊപ്പം തന്നെ ആഡ് ചെയ്യാം. അങ്ങനെ നമുക്ക് ഒരു സെൻറ്ററിൽ ഇരുന്ന് തന്നെ കേരളത്തിലുള്ള മുഴുവൻ പ്രദേശങ്ങളിലെയും എംപ്ലോയീസിനെയും ഓഫീസുകളെയും ഒക്കെ നമുക്ക് ആൾക്കാരെയും ഒക്കെ നമുക്ക് ബന്ധപ്പെടാൻ പറ്റുന്ന രീതിയിൽ ഒരു സംവിധാനമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ പരിചയക്കാരെ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിനെ ശക്തമായി കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അത് കഴിഞ്ഞാൽ ഈ സോണൽ കമ്മിറ്റികളുടെ കുറച്ച് ഭാരവാഹികളായി കഴിഞ്ഞാൽ, എല്ലാ മണ്ഡലങ്ങളിലും കൃത്യമായൊരു അനുപാതത്തിൽ ഭാരവാഹികളായി കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കളെയും പരിചയക്കാരെയും SC/ST വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമുക്കൊരു സപ്പോർട്ടിംഗ് ഗ്രൂപ്പിനെയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. അവരിലൂടെ നമ്മുടെ ഓരോ വാർഡ് തലത്തിലും നമ്മുടെ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ പറ്റും. ഇതിനു വേണ്ടി നമുക്ക് SC പ്രൊമോട്ടർമാരുടെ സഹായങ്ങൾ തേടാൻ പറ്റും. അവരിൽ നിന്ന് ഡാറ്റാസ് കളക്ട് ചെയ്യാൻ പറ്റും. അത് സെൻസസ് നടക്കുന്നുണ്ട്. നമ്മുടെ പരിചയത്തിലുള്ളവരോട് ചോദിച്ചാൽ മറ്റുള്ളവരുടെ കുറേ ഫോൺ നമ്പറുകളും വാർഡ് തലത്തിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കിട്ടും. അങ്ങനെ സമഗ്രമായ രീതിയിൽ, ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഈ സംഘടനയെ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഒരുപാട് സംഘടനകൾ ഉണ്ടായിട്ടുണ്ട്. അവരും ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കാതെ പോയത് കൊണ്ടാണ് അവർക്കൊന്നും വിജയിക്കാൻ പറ്റാതെ പോയത്. ഇത് നമുക്ക് താഴെ തട്ടിൽ വരെ നമ്മുടെ സംഘടനയിലെ ആൾക്കാർ പിരിഞ്ഞു പോയാൽ പോലും നമുക്ക് ഈ ഡേറ്റ ഉള്ളത് കൊണ്ട് ഈ സംഘടനയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും പൂർണ്ണമായിട്ടും ഇതിനോട് സഹകരിക്കണം. ഇതിന് വേണ്ടി കുറച്ച് വളരെയധികം ഗ്രൂപ്പുകൾ രൂപീകരിക്കുകയും സഹായിക്കുകയും ചെയ്ത ശ്രീലത മേഡത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. മറ്റു ചില കാര്യങ്ങൾ കൂടി ഒന്ന് പറഞ്ഞ് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ സംഘടനയെ മുന്നോട്ട് നയിക്കേണ്ടത്, ഇത്രയും കാലം നമ്മളെല്ലാവരെയും നയിച്ചുകൊണ്ടിരുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവ് ജനാധിപത്യമായിരുന്നു. ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യത്തിന് വേണ്ടിയാണ് നമ്മൾ നിലകൊണ്ടത്. നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോയി നമ്മളൊരു ഇൻക്ലൂസീവ് ഡെമോക്രസിയിലേക്ക് നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. ഇൻക്ലൂസീവ് ഡെമോക്രസി ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മന്ത്രിസഭയിൽ വിവിധ ജനവിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യമുണ്ട്. ചില സമുദായങ്ങൾക്ക് അമിതമായ പ്രാതിനിധ്യമാണുള്ളത്. പക്ഷെ നമ്മുടെ ഇൻക്ലൂസീവ് ഡെമോക്രസി ഒരു ഐഡിയ ആയിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മന്ത്രിസഭയിൽ ഒരു നായർ, ഒരു ഈഴവ, ഒരു പുലയൻ, ഒരു സാമ്പവ, ഒരു ഉള്ളാടൻ, ഒരു മാവിലാൻ കാസ്റ്റ്, ഇങ്ങനെ എല്ലാ കഴിയുന്നത്ര സമുദായങ്ങൾക്ക് 20 ജാതികളിൽ നിന്ന് തന്നെ എന്ത് ചെയ്യും, റെപ്രസെൻറ്റേഷൻ ഉണ്ടാകും. അതുപോലെ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇൻക്ലൂസീവ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഇൻക്ലൂസീവ് ഡെമോക്രസി. അത് നമുക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഒരു സംഘടന ഒരു രീതിയായിട്ട് ചെയ്യണമെന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. പിന്നെ ഇതോടൊപ്പം തന്നെ രൂപരേഖ ഉണ്ടല്ലോ നമ്മുടെ ഭാവി പ്രവർത്തനങ്ങളെ പറ്റി. നമ്മുടെ ഈ സോണൽ കമ്മിറ്റികളുമായി ബന്ധപ്പെട്ട ഒരു ഭാവി പ്രവർത്തനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഈ രീതിയിൽ നമ്മൾ സംഘടനയെ സംഘടിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിലൊട്ടാകെ നമ്മുടെ എല്ലാ സോണൽ കമ്മിറ്റികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു മാളെന്ന് പറയാൻ പറ്റുന്ന രീതി, മാൾ അല്ലെങ്കിൽ പോലും നമുക്കൊരു മിഠായി തെരുവിലെ അല്ലെങ്കിൽ ചാല മാർക്കറ്റ് പോലെ ഒരു മാർക്കറ്റിംഗ് സംവിധാനം ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. നമുക്കൊരു സെൻട്രലൈസ് ചെയ്ത ഒരു ഗോഡൗൺ ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഉൽപ്പന്നങ്ങൾ എടുക്കുകയും ഇവിടെ എല്ലാം നമുക്ക് എല്ലാ സ്ഥലത്തും നമ്മുടെ സഹോദരന്മാരുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ നമ്മുടെ മുൻകൈയിൽ തന്നെ നമുക്ക് ഏതെങ്കിലും സ്ഥലം ലീസിനെടുത്തിട്ട്
നമുക്ക് റൂഫിംഗ് ഷീറ്റൊക്കെ ഇട്ട് കടമുറികൾ ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാം, സാധനങ്ങൾ വിതരണം ചെയ്യാനും വിൽക്കാനും പറ്റും. അതോടൊപ്പം തന്നെ അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കൊച്ചു സ്ഥലങ്ങളൊക്കെ കൃഷിഭൂമികളാക്കി മാറ്റിക്കൊണ്ട് ചെറിയ ചെറിയ കൃഷികൾ ചെയ്ത് ആ സാധനങ്ങൾ നമുക്ക് ഈ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നമുക്കൊരു തൊഴിൽ സേനയും ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. നമ്മുടെ ഒട്ടേറെ സഹോദരന്മാരുടെ വീടുകൾ പഞ്ചായത്തിന്റെ ഫണ്ടൊക്കെ ഉപയോഗിച്ചുള്ള ഭവന നിർമ്മാണ പദ്ധതികളിലൂടെ ഉണ്ടാകുന്ന വീടുകൾ, ലൈഫ് മിഷൻ വീടുകളെല്ലാം പണി പൂർത്തിയാകാതെ കിടക്കുകയാണ്. നമ്മുടെ സഹോദരന്മാരൊക്കെ നമ്മളൊക്കെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ, നമ്മുടെ കുറച്ച് ഫണ്ടൊക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വീടുകളൊക്കെ, പണി തീരാത്ത വീടുകളൊക്കെ കുറച്ചൊക്കെ മെയിൻ്റെനൻസ് ചെയ്ത് കൊടുക്കുവാനും ഒക്കെ അതാത് മണ്ഡലം കമ്മിറ്റിക്ക് കഴിയും. ആ രീതിയിലുള്ള ഫണ്ട് സമാഹരിക്കാനും ഒക്കെ കഴിയും. നമുക്കിപ്പോൾ തന്നെ 140 മണ്ഡലം കമ്മിറ്റികൾ ഉണ്ടെങ്കിൽ നമുക്ക് 1,40,000 രൂപയൊക്കെ വളരെ എളുപ്പത്തിൽ, അല്ലെങ്കിൽ അതിനേക്കാളും കൂടിയ തുകയൊക്കെ ഒറ്റ ഫോൺ കോളിലൂടെ തന്നെ നമുക്ക് സമാഹരിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ചാരിറ്റി വർക്കുകളിലൂടെയൊക്കെ പോകാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു അംബേദ്കർ കോമ്പറ്റീഷൻ സംസ്ഥാന തലത്തിൽ ഓൺലൈൻ കോമ്പറ്റീഷനുകൾ നടത്താൻ പറ്റും. ഈ ആൾക്കാരൊക്കെ പറയാറുണ്ട്, നമ്മുടെ PM ശ്രീ പദ്ധതികൾ, വിദ്യാഭ്യാസ പദ്ധതികൾ വരുന്നു, സ്കൂളുകൾ വരുന്നു, അവരുടെ തന്നെ കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള വിദ്യാഭ്യാസം വരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് നമുക്ക് തന്നെ ഒരു സിലബസ് ഉണ്ടാക്കിക്കൊണ്ട് സമാന്തരമായ ഒരു പഠനം നമുക്ക് നടത്താൻ ഈ മദ്രാസുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു മതപഠനശാലകളിൽ നടത്തുന്നത് പോലെ ഒരു വിദ്യാഭ്യാസം അംബേദ്കറിസമായി ബന്ധപ്പെട്ട് നമുക്കൊരു പഠന സ്കൂളും ഒരു സിലബസും ഉണ്ടാക്കിക്കൊണ്ട് അവരെ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി സമാന്തരമായി തന്നെ നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി പറ്റും. ഓൺലൈൻ കോമ്പറ്റീഷൻ, അതുവഴി തന്നെ നമുക്ക് ക്വിസ് കോമ്പറ്റീഷൻ ബാബാ സാഹേബ് അംബേദ്കറിന്റെ കൃതികളെ ആധാരമാക്കിയും അതുമായി ബന്ധപ്പെട്ട കൃതികളെ അടിസ്ഥാനമാക്കി സംസ്ഥാനതലം, പഴയ കാലത്ത് യുറീക്ക എന്ന് പറയുന്ന സംവിധാനം പരീക്ഷ നടത്തിയതുപോലെ നമുക്ക് നടത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ഇത്രയും അംഗങ്ങളുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന തലത്തിലൊരു മാരേജ് ബ്യൂറോ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി പറ്റും. പെൻഷനായിട്ടുള്ളവരുടെ മുൻകൈയിലൊക്കെ അത് കേരളത്തിലൊട്ടാകെ എല്ലായിടത്തും നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്കത് നടത്തുവാൻ വേണ്ടി പറ്റും. അങ്ങനെയുള്ള ഒട്ടേറെ പദ്ധതികൾ, എന്ത് പദ്ധതികൾ വേണമെങ്കിലും ഈ സോണൽ കമ്മിറ്റികൾ രൂപീകൃതമായി ശക്തമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ എമ്പാടും നടപ്പിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ സംഘടന പ്രവർത്തന രൂപരേഖ, അതായത് നമ്മുടെ ഒരു ബൈലോ നമ്മൾ അംഗീകരിച്ച് എല്ലാ ജില്ലാ കമ്മിറ്റിക്കും അത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ചില ഭേദഗതികൾ വരുന്നുണ്ട് വരും. അപ്പോൾ അതിന് കുറച്ച് ഭേദഗതി ഉണ്ട്. അത് അവതരിപ്പിക്കുന്നതിന് നമ്മുടെ സംസ്ഥാന നേതാവായ മനോജ് കൈസിനെ ക്ഷണിക്കുന്നു. അത് പൊതുസമ്മേളനം അംഗീകരിക്കണം. അപ്പോൾ ആ അംഗീകരിച്ച തീരുമാനം നമ്മുടെ ബൈലോയിൽ ആഡ് ചെയ്തിട്ട് വീണ്ടും ബൈലോ അപ്ഡേറ്റ് ചെയ്തിട്ട് ജില്ലാ കമ്മിറ്റിക്ക് തരുന്നത്. അപ്പോൾ അതിനെ അവതരിപ്പിക്കുന്നതിന് മനോജ് കൈസിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോജ്, തൃശ്ശൂരിൽ നിന്ന് വരുന്നു. സംസ്ഥാന കമ്മിറ്റിയുടെ നിലവിലുള്ള ബൈലോയിലെ ഭേദഗതിയും കൂട്ടിച്ചേർക്കലാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. അത് ഈ പൊതുസമ്മേളനം മുൻപാകെ ഞാൻ അവതരിപ്പിക്കുകയാണ്. സീരിയൽ നമ്പർ 1 മലയാളത്തിൽ അംബേദ്കറൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഭേദഗതി എന്ന് പറയുന്നത് അതിൽ AIPWO എന്നും കൂടി കൂട്ടിച്ചേർത്തു. ഇംഗ്ലീഷിലെ ബ്രാക്കറ്റ് ലെറ്റർ AIPWO എന്നും കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. സീരിയൽ നമ്പർ 4 സംഘടനാ വർഷം എന്നത് കലണ്ടർ വർഷമായിരിക്കുന്നതാണ് എന്ന് നിലവിലുണ്ട്. ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ കാലാവധി 1 വർഷമായിരിക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ വരുന്ന കീഴ്ഘടക കമ്മിറ്റികൾക്കും ഇത് ബാധകമായിരിക്കുമെന്നാണ് നിലവിലുണ്ടായിരുന്നത്. അത് സംഘടനാ വർഷം എന്നത് കലണ്ടർ വർഷമായിരിക്കുന്നതാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ കാലാവധി 2 വർഷമായിരിക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ വരുന്ന കീഴ്ഘടക കമ്മിറ്റികൾക്കും ഇത് ബാധകമായിരിക്കും. ജില്ല അല്ലെങ്കിൽ നിയോജക മണ്ഡലം അല്ലെങ്കിൽ സോണലുകൾക്ക് വാർഷിക സമ്മേളനം വർഷത്തിലൊരിക്കൽ പ്രതിനിധി സമ്മേളനമായി നടത്താവുന്നതാണ്. സീരിയൽ നമ്പർ 8 1 പറയുന്നത് സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഓർഗനൈസേഷന്റെ സംസ്ഥാന ഭരണ നിർവഹണ ചുമതല സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിക്ഷിപ്തമാണ്. അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നതും ഓർഗനൈസേഷന്റെ ഉത്തമ താല്പര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമല്ലാത്ത തീരുമാനങ്ങളും നടപടികളും കൈക്കൊള്ളുന്നതിനും സംസ്ഥാന എക്സിക്യൂട്ടീവിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ അപ്രകാരമുള്ള എല്ലാ തീരുമാനങ്ങൾക്കും നടപടികൾക്കും സംസ്ഥാന കൗൺസിലിന്റെ അംഗീകാരം നേടേണ്ടതാണ്. അതിനാൽ എക്സിക്യൂട്ടീവ് അധികാരമുള്ള 15 പേരും 22 കമ്മിറ്റി മെമ്പർമാരും ഉൾക്കൊള്ളുന്നതായിരിക്കും സംസ്ഥാന കമ്മിറ്റി. കീഴ്ഘടക കമ്മിറ്റികൾ എന്ന് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ
നിയന്ത്രണത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ തലത്തിലും നിയോജക മണ്ഡല തലത്തിലും പ്രവർത്തന സൗകര്യത്തിനായി കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതാണ്. സമാന ലക്ഷ്യങ്ങളോടെയും ഉദ്ദേശത്തോടെയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിസ്റ്റ്, SC/ST സംഘടനാ ഭാരവാഹികൾ AIPWO സംഘടനയിൽ ഒരു തലത്തിലും ഭാരവാഹികൾ ആകുവാൻ പാടുള്ളതല്ല. ഈ ഒരു കാര്യം ഭേദഗതി വരുന്നത് ഓർഗനൈസേഷന്റെ സംസ്ഥാന ഭരണ നിർവഹണ ചുമതല സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിക്ഷിപ്തമാണ്. അടിയന്തര പ്രാധാന്യം അർഹിക്കുന്നതും ഓർഗനൈസേഷന്റെ ഉത്തമ താൽപര്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും വിരുദ്ധമല്ലാത്ത തീരുമാനങ്ങളും നടപടികളും കൈക്കൊള്ളുന്നതിനും സംസ്ഥാന എക്സിക്യൂട്ടീവിന് അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ അപ്രകാരമുള്ള എല്ലാ തീരുമാനങ്ങൾക്കും നടപടികൾക്കും സംസ്ഥാന കൗൺസിലിന്റെ അംഗീകാരം നേടേണ്ടതാണ്. എക്സിക്യൂട്ടീവ് അധികാരമുള്ള 11 സംസ്ഥാന ഭാരവാഹികളും സംസ്ഥാന സമിതിയിൽ നിന്നും തെരഞ്ഞെടുത്ത 4 പേരും ഉൾപ്പെടുന്നതാണ് 15-അംഗ സംസ്ഥാന എക്സിക്യൂട്ടീവ്. നേരത്തെ 15 പേരും 22 എന്നായിരുന്നു. ഇപ്പോൾ 11 പേരും സംസ്ഥാന സമിതിയിൽ നിന്ന് 4 പേരുമാണ് 15-അംഗ സംസ്ഥാന എക്സിക്യൂട്ടീവ്. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 15 പേര് 22 കമ്മിറ്റി മെമ്പർമാരും ഉൾക്കൊള്ളുന്നതായിരിക്കും സംസ്ഥാന കമ്മിറ്റി. കീഴ്ഘടക കമ്മിറ്റികൾ എന്നുദ്ദേശിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയുടെ നിയന്ത്രണത്തിൽ സംസ്ഥാന വ്യാപകമായി ജില്ലാ തലത്തിലും നിയോജക മണ്ഡല തലത്തിലും പ്രവർത്തന സൗകര്യത്തിനായി കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിക്കുന്നതിനെയാണ് ഈ പറയുന്നത്. സംഘടനയിൽ ഒരാൾക്ക് ഒരു പ്രധാന പദവിയെ ഉണ്ടാകുവാൻ പാടുകയുള്ളൂ. സംസ്ഥാന ഭാരവാഹികൾ ജില്ലകളിലെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷറർ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ ആയിരിക്കരുത്. സംസ്ഥാന ഭാരവാഹികൾ അവർക്ക് സംസ്ഥാന സമിതി കമ്മിറ്റി അംഗമാകാം. കീഴ്ഘടകങ്ങൾക്കും ഇത് ബാധകമായിരിക്കും. സമാനമായ ലക്ഷ്യങ്ങളോടെയും ഉദ്ദേശത്തോടെയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിസ്റ്റ്, SC/ST സംഘടനാ ഭാരവാഹികൾ അംബേദ്കറൈറ്റ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷനിൽ ഒരു തലത്തിലും ഭാരവാഹികൾ ആകുവാൻ പാടുള്ളതല്ല. 8-1 സംസ്ഥാന കമ്മിറ്റി സമിതി. സംഘടനയുടെ സംസ്ഥാന വാർഷിക പൊതുയോഗം പ്രതിനിധി സമ്മേളനത്തിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണം. ഈ പൊതുയോഗം അല്ലെങ്കിൽ പ്രതിനിധി സമ്മേളനം ഏപ്രിൽ അല്ലെങ്കിൽ മെയ് മാസത്തിൽ നടത്തിയിരിക്കണം. പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ഈ സമ്മേളനത്തിൽ പാസ്സാക്കേണ്ടതാണ്. ഭേദഗതി വരുത്തിയിരിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന സമിതി സംഘടനയുടെ സംസ്ഥാന ദ്വൈവാർഷിക യോഗം അല്ലെങ്കിൽ പ്രതിനിധി സമ്മേളനത്തിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണം. ഈ പൊതുയോഗം പ്രതിനിധി സമ്മേളനം ഏപ്രിൽ മെയ് മാസത്തിൽ നടത്തുന്നതായിരിക്കണം. പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്കുകൾ ഓഡിറ്റ് ചെയ്ത് ഈ സമ്മേളനത്തിൽ പാസ്സാക്കേണ്ടതാണ്. നിലവിലുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ ഘടന: പ്രസിഡന്റ് 1, സെക്രട്ടറി 1, ട്രഷറർ 1, വൈസ് പ്രസിഡന്റ് 4, ജോയിന്റ് സെക്രട്ടറി 4, കമ്മിറ്റി മെമ്പർമാർ 32, ആകെ സംസ്ഥാന കമ്മിറ്റി അംഗസംഖ്യ 43, ഓഡിറ്റർ 2 എന്നായിരുന്നു നിലവിലുണ്ടായിരുന്നത്. അതിലെ സംസ്ഥാന കമ്മിറ്റിയുടെ ഘടന മാറ്റം വരുന്നത് കമ്മിറ്റി മെമ്പർമാരെ 26 ചുരുക്കി. അപ്പോൾ ആകെ സംസ്ഥാന കമ്മിറ്റി അംഗം 37 ചുരുക്കി. അപ്പം 43 പേരെന്നുള്ളത് 37 ചുരുക്കിയിട്ടുണ്ട്. 12-9 എല്ലാ കീഴ്ഘടക യോഗത്തിലും അതാത് മേൽഘടകത്തിലെ അംഗങ്ങൾ അല്ലെങ്കിൽ ഭാരവാഹികൾ പ്രത്യേക ക്ഷണിതാക്കളായിരിക്കും. അതിൽ മാറ്റം വരുന്നത് മേൽഘടക സമിതി അംഗങ്ങൾ കീഴ്ഘടക സമിതി അംഗം അല്ലെങ്കിൽ അവർ അതാത് കീഴ്ഘടക സമിതികൾ പ്രത്യേക ക്ഷണിതാക്കളായിരിക്കും. കീഴ്ഘടകം എന്നത് ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സമിതിക്ക് കീഴെ ജില്ലാ കമ്മിറ്റിക്ക് കീഴെ നിയോജക മണ്ഡലം അല്ലെങ്കിൽ സോണൽ കമ്മിറ്റികൾ എന്നാകുന്നു. ഈ ബൈലോയിൽ കൂട്ടിച്ചേർക്കാനുള്ളത് 18-10 അപ്പീൽ. സംഘടനാ നടപടിക്ക് വിധേയനായ, ഇത് നമ്മൾ പുതിയതായിട്ട് കൂട്ടിച്ചേർക്കുന്ന ഉദ്ദേശിക്കുന്നതാണ്. സംഘടനാ നടപടിക്ക് വിധേയനായ അംഗത്തിന് ഈ നടപടിക്കെതിരെ അപ്പീൽ കമ്മിറ്റിക്ക് മുമ്പാകെ അപ്പീൽ നൽകാവുന്നതാണ്. ഈ അപ്പീൽ നടപടിക്ക് വിധേയന അംഗം അറിയിപ്പ് കിട്ടിയ തീയതി മുതൽ 7 ദിവസത്തിനകം സെക്രട്ടറിക്ക് മുമ്പാകെ അപ്പീൽ സമർപ്പിച്ചിരിക്കണം. അപ്പീൽ കമ്മിറ്റി നിലവിലുണ്ടെങ്കിൽ സെക്രട്ടറി ഈ അപ്പീൽ 5 ദിവസത്തിനകം അപ്പീൽ കമ്മിറ്റി ചെയർമാന് കൈമാറിയിരിക്കണം. അപ്പീൽ കമ്മിറ്റി ഈ അപ്പീലിന്മേൽ 15 ദിവസത്തിനകം തീരുമാനമെടുത്ത് അപ്പീൽ തന്ന അംഗത്തെ തീരുമാനം അറിയിക്കേണ്ടതാണ്. ഒന്നാം അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനം തൃപ്തികരമല്ല എന്ന് തോന്നുന്ന പക്ഷം ആ അംഗത്തിന് 2ാം അപ്പീൽ സമർപ്പിക്കാവുന്നതാണ്. ഒന്നാം അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനം കിട്ടിയ ദിവസം മുതൽ 15 ദിവസത്തിനുള്ളിൽ 2ാം അപ്പീൽ സെക്രട്ടറി മുഖേന സമർപ്പിച്ചിരിക്കണം. 2ാം അപ്പീൽ കമ്മിറ്റി നിലവിലുണ്ടെങ്കിൽ 5 ദിവസത്തിനുള്ളിൽ സെക്രട്ടറി ഈ അപ്പീൽ 2ാം അപ്പീൽ കമ്മിറ്റി ചെയർമാൻ കൈമാറിയിരിക്കണം. 2ാം അപ്പീൽ കമ്മിറ്റി ഈ അപ്പീലിന്മേൽ 30 ദിവസത്തിനകം തീരുമാനമെടുത്ത് അപ്പീൽ സമർപ്പിച്ച അംഗത്തെ
അപ്പീൽ കമ്മിറ്റി തീരുമാനം അറിയിച്ചിരിക്കണം. രണ്ടാം അപ്പീൽ കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമായിരിക്കും. അപ്പീലുകളും തീരുമാനങ്ങളും ഇലക്ട്രോണിക്സ് മീഡിയ, അതായത് ഈ ഇമെയിൽ, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം, ടെലിഗ്രാം തുടങ്ങിയവ വഴി അയച്ചു നൽകിയാൽ മതിയാകും. സി, ഒന്നാം അപ്പീൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ചെയർമാനും 2 കമ്മിറ്റി അംഗങ്ങളും അടങ്ങുന്നതായിരിക്കും ഒന്നാം അപ്പീൽ കമ്മിറ്റി. കമ്മിറ്റി ചെയർമാൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്നും മറ്റ് 2 അംഗങ്ങൾ സംസ്ഥാന സമിതിയിൽ നിന്നും ആയിരിക്കണം. ഡി, രണ്ടാം അപ്പീൽ കമ്മിറ്റി എന്ന് പറയുന്നത് ഒരു ചെയർമാനും 4 കമ്മിറ്റി അംഗങ്ങളും അടങ്ങിയതായിരിക്കും രണ്ടാം അപ്പീൽ കമ്മിറ്റി. കമ്മിറ്റി ചെയർമാനെയും കമ്മിറ്റി അംഗങ്ങളെയും സംസ്ഥാന ജനറൽ കൗൺസിലിൽ നിന്ന് തെരഞ്ഞെടുക്കണം. ഒന്നാം അപ്പീൽ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി കൂടിയും രണ്ടാം അപ്പീൽ കമ്മിറ്റി സംസ്ഥാന ജനറൽ കൗൺസിൽ കൂടിയും തീരുമാനിക്കണം. കീഴുഘടകങ്ങൾക്കും ഈ പറഞ്ഞവയൊക്കെ ബാധകമായിരിക്കും. ഇതാണ് ഈ ബൈലോയിലെ ഭേദഗതിയും കൂട്ടിച്ചേർക്കലും. നമ്മുടെ ഫ്ലാഗില് ഒരു വാക്കും കൂടി എഴുതി ചേർക്കാൻ ജനറൽ കൗൺസിലിൽ തീരുമാനമുണ്ടായി. അതും കൂടി ഇതിന് വിട്ടുപോയതാണ്. അതും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഫ്ലാഗിൽ പേ ബാക്ക് ടു സൊസൈറ്റി എന്ന് ആലേഖനം ചെയ്യുന്നതായി ജനറൽ കൗൺസിൽ തീരുമാനം എടുത്തിട്ടുണ്ട്. അതും ഈ സമ്മേളനം മുമ്പാകെ അവതരിപ്പിക്കുകയാണ്. എല്ലാവരോടും ചെയ്യും. അവതരിപ്പിച്ച ബൈലോ ഭേദഗതി പൂർണ്ണമായും ഞങ്ങൾ എറണാകുളം ജില്ല അംഗീകരിക്കുന്നു. പിന്നെ ഒന്ന് പറയാനുള്ളത്, സ്വകാര്യ മേഖലകളിൽ ജോലി ലഭിക്കുന്നതിന് പ്രാപ്തമായ പരിശീലനവും അറിവും ലഭിക്കുന്നതിനായ പ്രവർത്തനങ്ങൾ നടത്തുക. എയ്ഡ്സ് സ്ഥാപനങ്ങളിൽ സംവരണ കേസ് നടക്കുന്നുണ്ട് എന്ന് സർക്കാരിനെ കൊണ്ട് കക്ഷി ചേർക്കുന്നതിനായുള്ള തുടർച്ചയായ ഇടപെടലുകൾ ഉണ്ടാവണം. SCP STP ഫണ്ടുകൾ സ്വയം തൊഴിൽ നടത്തുന്നതിനായി ഉപയോഗിക്കുക. തുക വർദ്ധിപ്പിക്കുക. ഈ ഗ്രാൻറ്റും ഹോസ്റ്റൽ ഫീസും മുൻകൂറായി നൽകുക. സർക്കാർ പദ്ധതികളിലെ മോണിറ്ററിംഗ് ഇംപ്ലിമെൻറ്റിംഗ് കാര്യങ്ങളിൽ ഇടപെടുന്ന പ്രസ്ഥാനമാക്കുക. സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടപെടൽ നടത്തുന്നതിന് മീഡിയ സെൽ, മോണിറ്ററിംഗ് സെൽ രൂപീകരിക്കുക. മെമ്പർഷിപ്പ് ഫീസ് ഇപ്പോൾ 200 രൂപയാണ്, അതിൽ നിന്ന് 100 രൂപയാക്കി കുറയ്ക്കണം. സംവരണ വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കുന്നതിന് സമിതി രൂപീകരിക്കുക. വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് വിദ്യാർത്ഥികളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി പരിഹാര സെൽ രൂപീകരിക്കുക. സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് വിവിധ SC/ST സംഘടനയിലെ സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടുത്തി സൗഹൃദ സമ്മേളനം നടത്തുക. ഇത്രയൊക്കെയാണ് എറണാകുളം ജില്ലയിൽ നിന്ന് എന്ന സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. അടുത്ത് കണ്ണൂരിൽ നിന്ന് ലതീഷ് PC കണ്ണൂർ. ഇത് വേണോ? AEPWന്റെ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും കണ്ണൂർ ജില്ലയുടെ സ്നേഹവും സാഹോദര്യവും ആദ്യം തന്നെ അറിയിക്കുന്നു. ഒന്നാമത്, റിപ്പോർട്ട് അവതരിപ്പിച്ചതിലെ ഒരുപാട് അപാകതകൾ, റിപ്പോർട്ടിന്റെ അപാകതകൾ. അതിനു മുന്നേ ഒരു കാര്യം പറയാം. കേരളത്തിൽ ഇതുപോലെ വളരെ മനോഹരമായി ഇത്രയും ആളുകളെ ചേർത്തുകൊണ്ട് ഒരു സംസ്ഥാന സമ്മേളനം മറ്റൊരു സംഘടനയും നടത്തിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അതിനെ മുൻകൈയെടുത്ത അക്ഷീണം പ്രവർത്തിച്ച മുഴുവൻ ആളുകളെയും കണ്ണൂർ ജില്ലയുടെ അഭിനന്ദനം അറിയിക്കുന്നു. റിപ്പോർട്ടിന്റെ കാര്യം പ്രത്യേകം എടുത്തു പറയുന്നു. റിപ്പോർട്ട് ഒരു അപൂർണമാണ്. റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു, ഒപ്പം അപൂർണമാണെന്ന് പ്രത്യേകം പറയുന്നു. ഒന്നാമത്, ഈ റിപ്പോർട്ട് സംസ്ഥാന സമ്മേളനത്തിന്റെ റിപ്പോർട്ടാണ്. അതിൻ്റെ ഘടന തന്നെ ഇതിനൊരു ആമുഖമില്ല. മാത്രമല്ല, നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥകൾ, ദേശീയ അന്തർദേശീയ പ്രാദേശിക വിഷയങ്ങൾ നമ്മളെ ബാധിക്കുന്നേ, മറ്റുള്ളവരെ ബാധിക്കുന്നില്ല. ആ വിഷയങ്ങളൊന്നും ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടില്ല. രണ്ടാമത്, അനുശോചന പ്രമേയം ഉണ്ട്, പക്ഷെ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചില്ല. രക്തസാക്ഷി പ്രമേയം എന്ന് വെച്ചാൽ നമുക്ക് വേണ്ടി ജീവൻ മരിച്ച, നമ്മുടെ വഴി നടക്കാനുള്ള, കാരണം ലോകത്തെല്ലാ സ്ഥലത്തും ദളിതന്റെ വിഷയങ്ങൾ സമാനമാണ്. ഏത് ഭരണകൂടമായാലും, ക്യാപിറ്റലിസ്റ്റ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും
ജനാധിപത്യമായാലും ദളിതന്റെ വിഷയങ്ങൾ സമാനമാണ്. അപ്പൊ ആ വിഷയങ്ങൾക്ക് വേണ്ടി ഈ കൊല ചെയ്യപ്പെട്ട സാധാ കൊലയല്ല, അടിച്ചു കൊല ചെയ്യപ്പെട്ട അവരുടെ ഓർമ്മ നമ്മൾ ഇതിന് ഒരു ഉത്തേജനം നൽകാൻ വേണ്ടി ഒരു രക്തസാക്ഷി പ്രമേയം ഈ സമ്മേളനം അവതരിപ്പിച്ചിട്ടില്ല. പിന്നെ സംസ്ഥാന കമ്മിറ്റി അവതരിപ്പിച്ച റിപ്പോർട്ടുകൾ അപൂർണമാണെന്ന് പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. 1-2 കാരണം പരിമിതി കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തുവാണ്. ഒന്ന്, അറ്റൻഡൻസ്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുടെ അറ്റൻഡൻസ്, ഓരോരാള് എത്ര യോഗങ്ങളിൽ പങ്കെടുത്തു, ഒരു വർഷം എത്ര യോഗങ്ങൾ നടന്നു, അറ്റൻഡൻസ് സ്വാഭാവികമായും വെക്കേണ്ടതാണ്. പക്ഷെ അത് കാണുന്നില്ല. മാത്രമല്ല, റിപ്പോർട്ട് ഭൂരിഭാഗവും ജില്ലാ കമ്മിറ്റികൾ നടത്തിയ പ്രവർത്തനങ്ങൾ പറഞ്ഞതല്ലാതെ സംസ്ഥാന കമ്മിറ്റി എന്ത് നടത്തി എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തന റിപ്പോർട്ട് ഇതിനകത്ത് വന്നിട്ടില്ല. പിന്നെ കാസർഗോഡ് ജില്ലകൾ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ കണ്ണൂർ ജില്ല കഴിഞ്ഞ സ്കൂൾ തുറന്നതിന് ശേഷം ഒരു 5 ദിവസത്തിന് ശേഷം ഒരു കോളനി ഒരു സ്ഥലത്തെ സ്കൂളിലെ ട്രൈബൽ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും 92 കുട്ടികൾക്കും പഠനോപകരണങ്ങൾ മുഴുവൻ, പുസ്തകം, പൗച്ച്, ബോക്സ് എല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മലബാർ ഗ്രാമീൺ ബാങ്കിന്റെ സഹായത്തോടു കൂടി APWയുടെ നേതൃത്വത്തിൽ അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് റിപ്പോർട്ടിൽ ഇല്ല. മാത്രമല്ല, ഒരു മാട്രിമോണി രൂപീകരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കണ്ണൂർ ജില്ല ഓൾറെഡി ഭീം മാട്രിമോണി എന്ന രീതിയിൽ രൂപീകരിച്ച് അതിന്റെ വെബ്സൈറ്റ് പ്രവർത്തനം തുടങ്ങി. മാത്രമല്ല, ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് ഫ്രീയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധയ്ക്കും കൂടി അത് പറയുന്നത്, ഭീം മാട്രിമോണി ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേർക്ക് ഫ്രീ ആണ്. അതും കൂടി പറയുന്നുണ്ട്. ബൈലോ ഭേദഗതിയുടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് റിപ്പോർട്ട് ബൈലോ ഭേദഗതി പറഞ്ഞിട്ടുണ്ട്. ഈ ബൈലോ ഭേദഗതി അവതരിപ്പിച്ചതിന്റെ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. പക്ഷെ അത് ശരിയല്ല എന്നാണ് എനിക്ക് പറയുന്നത്. കാരണം ഒരു ബൈലോ ഭേദഗതി വരുത്തുന്നെങ്കിൽ ഇതിന്റെ താഴെ സംസ്ഥാന കമ്മിറ്റിക്കാണ്, ജില്ലാ കമ്മിറ്റികളുണ്ട്, അവരെ അറിയിച്ചിട്ടില്ല. നേരെ വന്നിട്ട് ഇവിടുന്ന് ഇത്രയും ബൈലോ ഭേദഗതി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കൈയടിക്കുകയാണോ വേണ്ടത്? അപ്പൊ അത് ശരിയല്ല. ജില്ലാ കമ്മിറ്റികളിലേക്ക് അത് ചർച്ചയ്ക്ക് വിടണം. അത് നമ്മളുടെ അഭിപ്രായങ്ങൾ കേൾക്കണം. ഒരു ജനാധിപത്യ രീതി വേണ്ടേ? അപ്പൊ അതാണ് മറ്റൊന്ന്. ബൈലോ ഭേദഗതിയിൽ ഒരു കാര്യം പറഞ്ഞിട്ട്, ബുദ്ധിസ്റ്റ് ആർക്കൊക്കെയാണ് ഇതിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടില്ല. അത് നമുക്ക് അറിയില്ല. അതിന് നമ്മളൊരു സംശയം പറയാണ്. രണ്ടാമത് കുറച്ച് കാര്യങ്ങൾ. മെമ്പർഷിപ്പ് കേരളത്തിലെ ഏതെങ്കിലും ജില്ലയിൽ കൃത്യമായ മെമ്പർഷിപ്പ് കണക്ക് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ കണക്ക്, എത്ര പേർ മെമ്പർഷിപ്പ് ഉണ്ട്, അവരുടെ ജോലി എന്താണ്, ഈ വർഷം എത്ര മെമ്പർഷിപ്പ് പുതുതായി ചേർത്തു, അത് ഈ റിപ്പോർട്ടിലും വന്നിട്ടില്ല. സാധാരണ ഏതൊരു സംഘടനയുടെ റിപ്പോർട്ടിൽ കഴിഞ്ഞ വർഷം ഇത്ര മെമ്പർഷിപ്പ് ഉണ്ട്, ഈ വർഷം ഇത്രയായിട്ട് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു, ഇതാണ് പ്രവർത്തനത്തിന്റെ ആദ്യത്തെ മുന്നേറ്റം എന്ന് പറയുന്നത്. അത് കാണുന്നില്ല. അതുകൊണ്ട് LIC കമ്മിറ്റികൾ രൂപീകരിക്കാൻ ഓൾറെഡി പറഞ്ഞതുകൊണ്ട് അത് പറയുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം പറയാനുള്ളത്, മാസം തോറും നടക്കുന്ന ജില്ലാ എക്സിക്യൂട്ടീവുകളിൽ ഇവിടുത്തെ എത്ര ജില്ലക്കാർക്ക് സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരെ കൃത്യമായിട്ട് അറിയാം? ഒരു ജില്ലാ എക്സിക്യൂട്ടീവിൽ ഒരു സംസ്ഥാന കമ്മിറ്റി മെമ്പർ വരണ്ടേ? എന്നിട്ട് അവർ സംസ്ഥാന റിപ്പോർട്ടുകൾ താഴേക്ക് റിപ്പോർട്ട് ചെയ്യണ്ടേ? ഏതൊക്കെ ജില്ലാ കമ്മിറ്റിക്ക് അത്തരം സംസ്ഥാന നേതാക്കന്മാരെ അറിയാം? അപ്പൊ ഇനി മുതൽ കൃത്യമായിട്ട് അത് നമ്മുടെ വിമർശനമായിട്ട് ഉന്നയിക്കുകയാണ്. ഓരോ ജില്ലാ കമ്മിറ്റികളിലും പങ്കെടുക്കുമ്പോൾ ഒരു സംസ്ഥാന കമ്മിറ്റി നിർബന്ധമായിട്ടും പങ്കെടുക്കണം. സംസ്ഥാന കമ്മിറ്റി ചേർന്നതിന് ശേഷം ജില്ലാ കമ്മിറ്റി ചേരുന്ന രീതിയിലാക്കിയാലും സുഖം. കാരണം ആ റിപ്പോർട്ട് നമുക്ക് താഴേക്ക് കിട്ടും. കേരളത്തിലെ എല്ലാ കോളനികളിലും നല്ല യുവാക്കളുണ്ട്. മീൻസ് കലാ കായിക മേഖലകളിൽ അവരെ സംഘടിപ്പിക്കണം. ഏതെങ്കിലും പേരിൽ നമ്മളെ താഴെയുള്ള ഒരു സഹോദര സംഘടന എന്നുള്ള പേരിലെങ്കിലും അത് സംഘടിപ്പിക്കണം. കലാകായിക രംഗത്ത് വളരെ മികച്ചവര് കേരളത്തിൽ ദളിതരാണ്. അപ്പൊ അവരെ കൂട്ടായ്മകൾ എത്രയും പെട്ടെന്ന് സംഘടിപ്പിക്കണം. ഇപ്പൊ നമുക്കൊരു IM വിജയനും PT ഉഷയും അങ്ങനെയുള്ള കുറച്ച് കുട്ടികളാണ് ഉള്ളത്. നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഒരു അനുഭവം പറഞ്ഞാൽ, നാഷണൽ ഒളിമ്പിക്സിൽ അമ്പെയ്ത്തിൽ 1ാം സ്ഥാനം നേടിയ ഒരു പെൺകുട്ടി കണ്ണൂർ ജില്ലയിൽ തന്നെയാണ്, വയനാട് ചുരത്തിലാണ്, ആർച്ച പേര്. ആ കുട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങിയപ്പോൾ ഒരാൾ പോലും, അച്ഛനും മോളും ഒറ്റക്കാന്ന് വന്നിറങ്ങിയത്. വേറെ ആരെങ്കിലും നാഷണൽ ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡലാണ് ആ കുട്ടി നേടിയത്. മീഡിയകൾ ഉണ്ടാവും, വലിയ പരിവാരങ്ങളുണ്ടാവും. പക്ഷെ ആ കുട്ടി അച്ഛനും മകളും മാത്രം ഒറ്റക്ക് വന്ന് നമ്മുടെ അന്നത്തെ സെക്രട്ടറി രജിത്തുമായി ചേർന്ന് നമ്മൾ ആ കുട്ടീന്റെ വീട് കണ്ടുപിടിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് അമ്പ് പണിക്ക് ജർമ്മനിയിൽ നിന്ന് കറ്റ പണിക്കണ്ടേ, 25 ലക്ഷം കറ്റം വേണം. അതിനൊന്നും അവർക്കൊന്നും അറിയില്ല. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടാൻ പറ്റണം.
പിന്നെ മറ്റൊരു പ്രധാന പ്രശ്നം പറയാനുള്ളത്, നമ്മളെല്ലാവരും ഇപ്പൊ അയ്യങ്കാളി മറ്റേ വില്ലുവണ്ടി യാത്ര നടത്തിയിട്ടായാലും അംബേദ്കർ മനുസ്മൃതി കത്തിച്ചിട്ടായാലും നമ്മളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ആര്യ സ്വഭാവമുള്ള വ്യവസ്ഥയെന്ന് അതിനെ വെല്ലുവിളിക്കാണ് അവർ ചെയ്തത്. പക്ഷെ നമ്മളിപ്പോ ഓരോ കോളനികളും, കേരളത്തിലെ ഓരോ കോളനികളും 10 വീടുണ്ടെങ്കിൽ അതിന്റെ നടുക്കൊരു അമ്പലം ഉണ്ടാവും. ഇപ്പം പ്രവർത്തനം എന്താ വെച്ചാൽ അമ്പല കമ്മിറ്റികളിലാണ്. ഇപ്പൊ നമ്മള് പല യോഗങ്ങളും, നിങ്ങൾക്ക് 14 ജില്ലകളിലെ മെമ്പർമാർക്ക് അറിയാം, യോഗങ്ങൾ മാറ്റിവെക്കുന്ന പോലും അമ്പല കമ്മിറ്റി യോഗം ഉണ്ടെങ്കിൽ അത് മാറ്റി ജില്ലാ കമ്മിറ്റി മാറ്റും, എന്നാൽ അമ്പല കമ്മിറ്റി യോഗം മാറ്റൂല, അതിനകത്ത് പോകും. അതിലെല്ലാം സ്വർണ്ണ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ ഇത് മാറി നമ്മൾ എങ്ങോട്ടാണോ പോയത് അതിന്റെ നേരെ തിരിച്ചാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലൊരു മാറ്റം വരണം. പിന്നൊന്ന്, എല്ലാവർക്കും നമ്മൾ നേരത്തെ പ്രസിഡന്റുകളെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പല മേഖലയിൽ നിന്നാണ് വരുന്നത്, കൃത്യമായി പിന്നെ ഭയങ്കര ബോധമൊന്നും ഉണ്ടാവില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞു. എന്നാലും ഒന്നും കൂടി പറയാണ്, എല്ലാ മാസവും കൃത്യമായ സംഘടനാ വിദ്യാഭ്യാസങ്ങൾ നമ്മളെല്ലാ മെമ്പർമാർക്കും ഉണ്ടാവണം. കാരണം നാളുകളിൽ നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നം, നമ്മളൊരു ശക്തരായി എന്ന് തോന്നിയാൽ ഇവർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി, എല്ലാ സംഘടനകളും അറ്റാക്ക് ചെയ്യും. അന്ന് നമുക്ക് പിടിച്ചു വെക്കണമെങ്കിൽ നല്ല സംഘടനാ വിദ്യാഭ്യാസവും അതിനേക്കാൾ ഉപരി അവരെ പറ്റിയും നമ്മളെ പറ്റിയുള്ള ഉറച്ച നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കതിനെ മറികടക്കാൻ പറ്റൂ. അതിന് നമ്മൾ എല്ലാ മാസവും സംഘടനാ വിദ്യാഭ്യാസം ഉണ്ടാവണം. അത് സംസ്ഥാന കമ്മിറ്റിന്റെ നേതൃത്വത്തിൽ തന്നെ ഉണ്ടാവണം എന്നാണ് പറയാനുള്ളത്. പിന്നെ ഒരു 3/4 മണിക്കൂർ 2 മണിക്കൂർ റിപ്പോർട്ട് പറഞ്ഞിട്ട് 5 മിനിറ്റ് കൊണ്ട് 15 മിനിറ്റ് കൊണ്ട് ചർച്ച ചെയ്യാൻ പറഞ്ഞാൽ നടക്കാത്ത കാര്യമാണ്. കാരണം അത് ആ ചർച്ചയാണ് ഈ സംഘടന മുന്നോട്ട് നയിക്കേണ്ടത്. അതിന് സമയം കുറയാന്ന് പറയുന്നത് അതിന്റെ കരുത്ത് കുറയലാണ്. അതിന് കൂടുതൽ കിട്ടണം. പിന്നെ ചെറിയ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ചെറിയൊരു കാര്യവും, ഇത് റിപ്പോർട്ടിൽ പറയേണ്ടതല്ല, എന്നാലും തമാശക്ക് പറയുന്നത്, തിലകൻ മറ്റേ ഭക്ഷണം കഴിക്കുമ്പോൾ എഴുന്നേറ്റ് നിന്ന് കോഴീനെ വണങ്ങിയില്ല, എന്നേക്കാൾ പ്രായമുള്ള കോഴിയാണല്ലോ എന്നുള്ളത്. അതുപോലെയായിരുന്നു ഇന്നത്തെ ഭക്ഷണത്തിലെ കോഴി, ചവിട്ടി വലിച്ചിട്ടും കിട്ടിയിട്ടില്ല, നല്ല ഉറപ്പുണ്ടായിരുന്നു. അതും കൂടെ ഒരു തമാശക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. റിപ്പോർട്ടിനെ കുറിച്ചുള്ള പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ് ഞാനിവിടെ നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ല ഒരു മലയോര ജില്ലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം, ദളിത് ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം പരിമിതമാണ് ഏറെക്കുറെ. അപ്പോൾ ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയിലും ആളുകളുടെ എണ്ണം കുറവാണ്. അതിൻ്റെ പോരായ്മകളും പരിമിതികളും ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ചുള്ള ആളുകൾ, ഞങ്ങളിവിടെ വന്ന ആളുകളുടെ എണ്ണവും കുറവാണ്. കണ്ണൂർ ജില്ല കോഴിക്കോട് ജില്ലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. എങ്കിലും സജീവമായ പ്രവർത്തനം ത്വരിതഗതിയിൽ മുൻപോട്ട് കൊണ്ടുപോയി ഞങ്ങളാവതും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ഇവിടെ നടന്ന ഈ സംസ്ഥാന സമ്മേളന പരിപാടികൾ, ഉച്ചയ്ക്ക് മുമ്പും ഉച്ചയ്ക്ക് ശേഷവും നടന്ന സെഷനുകൾ നടന്ന പരിപാടികൾ അതിഗംഭീരമായിരുന്നു എന്ന ഒരു അഭിപ്രായമാണ് ജില്ലാ കമ്മിറ്റിക്കെന്നല്ല വ്യക്തിപരമായി പോലും എനിക്ക് പറയുവാനുള്ളത്. അതിന് ഇതിൻ്റെ സംഘാടക സമിതിയും പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി, ഇതിൻ്റെ ആതിഥേയത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ അറിയിക്കുകയാണ്. ഇവിടെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ വന്ന 3-4 പേര് ഒരുപാട് സമയം എടുത്തു. അവർ പറഞ്ഞ പല കാര്യങ്ങളും ഞാനും നേരത്തെ കുറിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ വേണ്ടി. അതിൽ 1-2 കാര്യം കൂടെ ആവർത്തിക്കുന്നില്ലെങ്കിലും 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ടിനെ പറ്റി പരാമർശിക്കാം. അതിലേറ്റവും പ്രധാനം, ഈ സമ്മേളനത്തിൽ നമ്മുടെ ബഹുമാന്യനായ അധ്യക്ഷൻ രാജേഷ് സാർ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ദളിതരുടെ സംഘടന, ദളിതരുടെ ഐക്യം, ദളിതരുടെ യൂണിറ്റി പരാജയപ്പെടുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഡിസിപ്ലിനാണ്, അച്ചടക്കമാണ്. ആ അച്ചടക്കം യാതൊരു കാരണവശാലും അച്ചടക്ക ലംഘനം അനുവദിക്കത്തില്ല എന്ന് സാർ ഇവിടെ പറഞ്ഞത് വളരെ അഭിമാനകരമായൊരു കാര്യമാണ്.
അത് എന്നും മുറുകെ പിടിച്ചാൽ ഈ സംഘടനയ്ക്ക് ഇതിനേക്കാൾ ഉയരത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു സംഘടനയായി വളരാൻ കഴിയും എന്നാണ് ഞാൻ പ്രത്യാശിക്കുന്നത്. അതുപോലെ തന്നെ 2-3 പേര് ഇവിടെ പരാമർശിച്ചു കഴിഞ്ഞു, എങ്കിലും ഞാൻ എടുത്തു പറയുകയാണ്. ആവർത്തന വിരസതയുണ്ടായി നിങ്ങൾ നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കരുത്. ഈ ഇരിക്കുന്ന എനിക്കൊരു 74 വയസ്സുണ്ട്. ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുമാണ്. നമ്മുടെയൊക്കെ ഏതാണ്ട് ആ മനുഷ്യായുസിൻ്റെ ഏതാണ്ട് അസ്തമയ സമയമാണ്. ഈ പോസ്റ്ററിൽ കാണുന്ന കുറേ ചിത്രങ്ങൾ എല്ലാവരും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഈ ഇരിക്കുന്ന നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ഈ ഇരിക്കുന്ന ആ ഫോട്ടോയിൽ കാണുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ? നിങ്ങൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാമോ? ആ കാണുന്ന ഫോട്ടോയിൽ കാണുന്ന ആ ചിത്രത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ആളുകൾ, ആ ചരിത്ര പുരുഷന്മാർ ആരൊക്കെയാണെന്ന് നമ്മുടെയൊക്കെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? അവരറിഞ്ഞിട്ടുണ്ടോ? അവരുടെയൊക്കെ ജീവിതത്തിൽ അവരനുഭവിച്ച ത്യാഗം, അവർ നടത്തിയ ജീവിത പോരാട്ടങ്ങളിലൂടെയാണ് നമ്മളൊക്കെ ഇന്ന് ഈ സ്ഥാനത്തൂടെ വന്നിരിക്കുന്നത്. ഇത് പ്രത്യേകം എടുത്ത് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക്, യുവാക്കളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, കുഞ്ഞുങ്ങൾ ഒരു നിശ്ചിത പ്രായമാണ്. നിങ്ങളറിയാമല്ലോ, നിങ്ങൾ അംഗൻവാടി കുഞ്ഞുങ്ങളെ വിടുന്നതല്ലേ? അംഗൻവാടി വിടുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരു നിശ്ചിത പ്രായം കഴിയുമ്പോൾ പോളിയോ എടുക്കും, ഒരു വാക്സിനേഷനാണ്. ഇതേപോലെയാണ് നമ്മുടെയൊക്കെ വീടുകളിലെ കുഞ്ഞുങ്ങളെ ചെറിയ പ്രായത്തിൽ തന്നെ കക്ഷി രാഷ്ട്രീയക്കാർ അവർ ഇഞ്ചക്ഷൻ ചെയ്യും. അവരുടെ പ്രത്യയശാസ്ത്രങ്ങളെക്കുറിച്ച് അവരുടെ ബ്രെയിനിൽ കുത്തിവയ്ക്കും. ആ കുഞ്ഞുങ്ങൾ വളരുന്തോറും അത് ഒരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല. 60 വയസ്സ് കഴിയുമ്പോഴാണ് അംബേദ്കറുടെ ഫോട്ടോ കാണിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ തലമുറ എങ്ങനെ ഈ നൂറ്റാണ്ടിൽ എവിടെ എത്തിച്ചേരുമെന്ന് ആലോചിച്ച് നോക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, ഈ ചിത്രത്തിൽ കാണുന്ന ഓരോരുത്തരും ആരാണെന്നും അവരുടെ പ്രവർത്തനം മേഖല എന്തായിരുന്നുവെന്നും അവർ നടത്തിയ ജീവിത പോരാട്ടങ്ങൾ എന്തൊക്കെയായിരുന്നു, നമ്മൾ ഏത് നിലയിൽ നിന്ന് ഏത് നിലയിലാണ് ഇന്നത്തെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നതെന്നും നമ്മുടെ പുതിയ തലമുറയെ പഠിപ്പിക്കണം. അത്യാവശ്യമായിട്ടും അവരാണ് ഇനിയും ഭാവി ഇന്ത്യ രൂപപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ ഒരു കാര്യം ഞാൻ സംസ്ഥാന കമ്മിറ്റിയോട് അപേക്ഷിക്കുകയാണ്. ഈ ദളിത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അവരിങ്ങോട്ട് വന്ന് ആവശ്യപ്പെടാതെ തന്നെ നമ്മുടെ സംഘടന അത് ഏറ്റെടുക്കണം. അതിനൊരു കാരണം ഞാൻ പറയാം. ഈ കഴിഞ്ഞ 2 ദിവസം മുമ്പ് എനിക്കൊരു കോഴിക്കോട് ഒരു പരിപാടിയിൽ സംബന്ധിക്കാൻ പോവാണ്. എന്നതാ പരിപാടി എന്ന് പറഞ്ഞു ഒരു സാധാരണക്കാരൻ ചോദിക്കുക, അത് എന്തോ സംഘടന, ആരുടെയാണ്? ഞാൻ പറയുന്ന പോലെ ഗവൺമെൻറ് സർവീസിന് വിരമിച്ച ഉദ്യോഗസ്ഥന്മാർ ഇപ്പോൾ സർവീസിലുള്ളവരുമാണ്. അതെന്തോ ഒരു എലൈറ്റ് ക്ലാസ്സിൻ്റെ, അവരൊക്കെ ജീവിതത്തിൽ സുഖം അനുഭവിച്ചു, ഇപ്പോൾ അവർ പെൻഷനായി, വേറെ പരിപാടിയൊന്നുമില്ല, അവർക്ക് സമ്പത്തുണ്ട്, അവരുടെ മക്കൾ സുരക്ഷിതമായി ജീവിക്കുന്നു. ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടാണ്, ഒരു സാധാരണക്കാരൻ ഈ സംഘടനയെ പറ്റിയുള്ളവൻ്റെ കാഴ്ചപ്പാടാണ്. അതിന് മാറ്റം വരണം, അതിന് മാറ്റം വരുത്തണം. ബഹുമാനപ്പെട്ട സംസ്ഥാന കമ്മിറ്റി അതിന് നേതൃത്വം കൊടുക്കണം. ഈ കേരളത്തിൽ എവിടെ ദളിതിൻ്റെ പ്രശ്നമുണ്ടായാലും അത് ഏറ്റെടുക്കാനുള്ള ധൈര്യം ആത്മാർത്ഥം നമ്മൾ കാണിക്കണം. ഇത്രയാണ് എനിക്ക് ആമുഖമായിട്ട് പറയാനുള്ളത്. ഇനി ഈ റിപ്പോർട്ടിനെ കുറിച്ച് പറയാം. ഈ റിപ്പോർട്ട് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഈ രണ്ട് മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ അതിലെ ഒരു അംഗമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു അഭിപ്രായമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിനാദ്യം തന്നെ പറയാൻ ഒരു അപാകതയുള്ളത്, ഉച്ചഭക്ഷണത്തിന് മുമ്പായിരുന്നു ഈ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നതെങ്കിൽ കുറച്ചുകൂടി സമയം കിട്ടുമായിരുന്നു ഇതിനെപ്പറ്റി അഭിപ്രായം രേഖപ്പെടുത്താൻ. ഇതിപ്പോൾ വളരെ ചുരുക്കം 2-3 മിനിറ്റ് കൊണ്ട് അഭിപ്രായം രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് രൂപപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും പറയാം, ഞങ്ങളുടെ ജില്ലാ കമ്മിറ്റിയുടെ പരിമിതി ഞാൻ ആദ്യം പറഞ്ഞു കഴിഞ്ഞു. കൂടുതൽ മെച്ചപ്പെടുത്താൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇന്നിവിടെ നടന്ന ഈ പ്രവർത്തന റിപ്പോർട്ടിൻ്റെ കാര്യത്തെക്കുറിച്ച്, ആ പ്രവർത്തന റിപ്പോർട്ട് തികച്ചും അപൂർണമായിരുന്നു എന്നാണ് ഞങ്ങളുടെ വിനീതമായ വിമർശനപരമായ അഭിപ്രായം.
അത് തിരുത്താൻ വേണ്ട നടപടികൾ സംസ്ഥാന കമ്മിറ്റി എടുക്കണം. അത് കാരണങ്ങൾ പലതുണ്ട്, സമയം തീർപ്പിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നില്ല. അതുപോലെ ജില്ലാ കമ്മിറ്റികളുടെ കാര്യം പറഞ്ഞു, അവരുടെ പ്രവർത്തനത്തെ പറ്റി പറഞ്ഞു. ഏതാനും ചില ജില്ലകളെക്കുറിച്ച് മാത്രം പരാമർശിച്ചു. ഞങ്ങളുടെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി കഴിഞ്ഞ 2 മാസം മുമ്പ് കൂടിയപ്പോൾ ഈ 10ാം ക്ലാസ്സിൽ ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളെയും +2-ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടികളെയും അവരെ വിളിച്ച് അവരെ അനുമോദിക്കുകയും അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം പഠനോപകരണങ്ങൾ കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ പല ജില്ലാ കമ്മിറ്റികളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ പറയുന്ന ജില്ലാ കമ്മിറ്റികളുടെ പ്രവർത്തനത്തിൽ ഒരു വിശദമായ ഒരു റിപ്പോർട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല. അതൊരു അപാകതയായിട്ട് സ്വയം വിമർശനമായിട്ട് തന്നെ ഏറ്റെടുക്കണം എന്നതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുകയാണ്. അതുപോലെ മിനിറ്റ്സ് കമ്മിറ്റിയുടെ അത് വാസ്തവത്തിൽ കുറച്ചുകൂടെ സജീവമായി പ്രവർത്തിക്കണം. ഇന്നത് നമുക്കത് ആ കമ്മിറ്റി നിശ്ചലമായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ പ്രൊസീഡിയം നിഷ്ക്രിയമായിരുന്നു എന്ന ഒറ്റ വാക്കിൽ ഞാൻ പറയും. ഇങ്ങനെ ഒരു സംസ്ഥാന കമ്മിറ്റിയുടെ പ്രൊസീഡിയം എന്ന് പറയുമ്പം അതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി വിപുലപ്പെടുത്തണമായിരുന്നു എന്നാണ് പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പറയാനുള്ള അഭിപ്രായം. പിന്നെ മറ്റൊരു കാര്യം 2-3 ആളുകൾ സൂചിപ്പിച്ചെങ്കിലും പറയുകയാണ്, ഈ ബുദ്ധിസ്റ്റുകളെയും ഒക്കെ പല കമ്മിറ്റികളിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായില്ല. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് ഒന്ന് വിശദീകരിക്കാൻ നല്ലതാണ്. റിപ്പോർട്ടിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. സമയക്കുറവുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുന്നു, ഇന്നത്തെ ആദ്യം മുതൽ ഇതുവരെ നടന്ന എല്ലാ പരിപാടികളും വളരെ ഗംഭീരമായിരുന്നു. അതിന് പ്രത്യേകം അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അടുത്തായി മലപ്പുറം ഗോവിന്ദൻ കുട്ടപ്പാടാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ അവതരിപ്പിച്ച ഭേദഗതികൾ ചില അപാകതകളുണ്ട് എങ്കിലും തുടക്കം എന്നുള്ള നിലയ്ക്ക് ആ ഭരണഘടനാ ഭേദഗതിയും റിപ്പോർട്ടും മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗീകരിച്ചതായിട്ട് ആദ്യമായിട്ട് പറയുന്നു. ജില്ലാ കമ്മിറ്റിക്ക് ഒരു 4-5 നിർദ്ദേശങ്ങൾ ഞങ്ങളെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. അതിലൊരു നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി നമ്മുടെ 14 ജില്ലകളിലും ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഇതിൻ്റെ കീഴിൽ രൂപീകരിക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിൽ നിയമനങ്ങൾ PSCക്ക് വിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിലെ 14 കളക്ട്രേറ്റുകൾക്ക് മുമ്പിലും നമ്മുടെ സംഘടനയുടെ പേരിൽ ഒരു ദിവസത്തെ സമരം നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമുണ്ട്. അത് ജീവനക്കാരെ സംബന്ധിച്ച് പ്രയാസമാണെങ്കിൽ പെൻഷൻ ആളുകളും അതുപോലെ തന്നെ ജീവനക്കാരുടെ വീട്ടിലെ മറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ജില്ലാ ആസ്ഥാനത്ത് നടത്തണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ഒന്ന് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ എയ്ഡഡ് മേഖലയിൽ MP ഫണ്ട് MLA ഫണ്ട് കോടിക്കണക്കിന് രൂപ വിനിയോഗിക്കുന്നുണ്ട്. നമ്മൾ പല ആളുകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ച് നമുക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളില്ല. എന്നാൽ MP-യുടെ ഒരു നില കോളേജോ അല്ലെങ്കിൽ മറ്റ് സ്ഥാപനമായി നിൽക്കുന്നതിൻ്റെ 2ാം നില എടുക്കുന്നതിന് വേണ്ടി 50 ലക്ഷവും 75 ലക്ഷവും ഒക്കെ MP ഫണ്ടും MLA ഫണ്ടും കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കേരളത്തിലെ പട്ടികജാതിക്കാർക്ക് 1 രൂപയുടെ ബെനിഫിറ്റ് പോലും ലഭിക്കുന്നില്ല. അതുകൊണ്ട് എയ്ഡഡ് മേഖലയിൽ ഒരിക്കലും MP ഫണ്ട് MLA ഫണ്ട് ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു നിർദ്ദേശം നമുക്ക് സർക്കാരിന് മുന്നിൽ വെക്കേണ്ടതുണ്ട് എന്നാണ് മലപ്പുറം ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം. അതുപോലെ തന്നെ കരാർ നിയമനങ്ങളിൽ നമുക്കറിയാം എയ്ഡഡ് സ്ഥാപനങ്ങളൊന്നും തന്നെ നമുക്കില്ലാത്തതുകൊണ്ട് അവിടെ ഒന്നും PTA കമ്മിറ്റി പ്രസിഡൻറ്റോ സെക്രട്ടറി ഒന്നും വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ ആളുകൾ വരുന്നത്. അതുകൊണ്ട് തന്നെ എയ്ഡഡ് മേഖലയിലെ കരാർ നിയമനങ്ങളിലെല്ലാം തന്നെ നമ്മൾ പുറന്തള്ളപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കരാർ നിയമനങ്ങളിൽ സംവരണ തത്വം പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം സർക്കാരിൻ്റെ മുമ്പിൽ വെക്കണമെന്നാണ് ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കളക്ട്രേറ്റിൻ്റെയും അതും കോടതി വളപ്പുകളിലും അംബേദ്കറുടെ പ്രതിമ സ്ഥാപിക്കണം എന്നുള്ളൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. പിന്നെ മലപ്പുറം ജില്ലാ കമ്മിറ്റി 2ാം ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ വിശദമായിട്ടൊരു പ്രമേയം, അത് കുറച്ച് കൂടുതലുണ്ട്, അതുകൊണ്ട് വായിക്കുന്നില്ല. ഇവിടെ ജില്ലാ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റി മുമ്പാകെ വെക്കുകയാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടൊരു കാര്യം പറയുന്നത്
നമ്മൾ പട്ടികജാതിക്കാർക്ക് ഭൂമിയില്ല. നമ്മൾ ഭൂമി വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ശതമാനം അതിന് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ നൽകേണ്ടതുണ്ട്. പട്ടികജാതിക്കാർ ഭൂമി വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഫീസ് 1% കുറക്കണം എന്നുള്ള ഒരഭിപ്രായം ഉൾപ്പെടെ 15 അഭിപ്രായങ്ങൾ കൂടിയ ഒരു പ്രമേയം ഇവിടെ സമർപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സംഘടനയിലേക്ക് ഒരു ചെറിയൊരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് 57 വയസ്സായി. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു ദളിത് പ്രവർത്തനമായിരിക്കും ഇത് എന്ന് വളരെ താഴ്മയായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം വളരെ ചെറുപ്പം മുതൽ ഇവിടെ അംബുജാഷിൻ്റെ പേര് വന്നു. അദ്ദേഹം കോഴിക്കോട് NIT-യിലാണ് പഠിച്ചിരുന്നത്. അദ്ദേഹം NIT-യിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുകയും എൻ്റെ വീട്ടിൽ വരികയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 90 കാലഘട്ടത്തിൽ SLC ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ദളിത് പ്രവർത്തനമായിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോയിട്ടുള്ള ഒരാളാണ് ഞാൻ കേരളത്തിലെ ദളിത് പ്രവർത്തനങ്ങൾ കണ്ടിങ്ങനെ നിരീക്ഷിച്ചു വരുമ്പോൾ എനിക്കതിലൊന്നും നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അത് എനിക്കെന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റിയതുകൊണ്ട് എന്നെ തടഞ്ഞതുകൊണ്ടല്ല. നമ്മുടെ ദളിത് നേതാക്കന്മാരെല്ലാം തന്നെ അവർക്ക് എന്ത് ഷോ ചെയ്യാൻ സാധിക്കുന്നു, അവർക്ക് ഉദ്ഘാടനം ചെയ്യണം, അവർക്ക് അധ്യക്ഷ വഹിക്കണം എന്നല്ലാതെ ദളിതരുടെ ഉന്നമനത്തിന് വേണ്ടി സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ദളിത് സംഘടനകൾ ഞാൻ കണ്ടത് അപൂർവമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ എല്ലാവരെയും അടിച്ചാക്ഷേപിച്ച് വിമർശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച്, ഇടവരെ സംബന്ധിച്ചോ അല്ലെങ്കിൽ NSSനെ പോലെ നമുക്ക് ചെയ്യാൻ കഴിയില്ല. നമ്മളെ സംബന്ധിച്ച് ഇവിടെ 10 ആളുകളുണ്ടെങ്കിൽ അത് 10 സമുദായത്തിലായിരിക്കും. അത് വലിയൊരു പോരായ്മയാണ്. ഇടവരെ സംബന്ധിച്ച് അവരുടെ കേരളത്തിലെ മുഴുവൻ സംസ്കാരങ്ങളും ഒന്നാണ്. അതുപോലെ തന്നെ നായന്മാരത് അതുപോലെ തന്നെയാണ്. നമ്മളെ സംബന്ധിച്ച് കണക്കൻ സമുദായത്തിൻ്റെ അല്ല പുലയരുടേത്, പുലയരുടേതല്ല കള്ളാടിയുടേത്, കള്ളാടിയതല്ല പറയേണ്ടതല്ല പാണൻ്റേത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂട്ടമായി ഒരു മുന്നേറ്റം നടത്താൻ പല പ്രയാസങ്ങളുണ്ട്. കാരണം പല സമുദായങ്ങളും സമുദായ സംഘടനകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ച് ഇത്തരം ഒരു സംഘടനയായി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരുവിധം വിഭാഗങ്ങളെ മുഴുവൻ നമുക്ക് ഇതിന് കീഴിൽ നിലനിർത്താൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഏതൊരു സമുദായം ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ അതിൽ കുറച്ചെങ്കിലും സർക്കാർ ജോലിയുള്ള ആളുകൾ കാര്യങ്ങൾ പഠിച്ച് അവരെ സമുദായത്തെ ഉയർച്ചയിലേക്ക് കൈപ്പിടിച്ച് ഉയർത്തുന്നതിലൂടെ മാത്രമാണ് കേരളത്തിലെ ഏതെങ്കിലും സമുദായങ്ങൾ നന്നായിട്ടുള്ളത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും പറയുന്നില്ല. നമ്മൾ ഇതിൽ വളരെ സമയം കുറവാണ്, നിർത്താൻ പറയുന്നുണ്ട്. ഒരൊറ്റ കാര്യം കൂടി പറയാണ്. ഇവിടെ നമ്മുടെ മെമ്പർഷിപ്പ് ഉയർത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു. മെമ്പർഷിപ്പിൽ ആളുകളെ ചേർക്കുമ്പോൾ എന്നെ സംബന്ധിച്ചൊരു നിർദ്ദേശം, നമ്മളൊരു വ്യക്തിയെ അദ്ദേഹം പട്ടികജാതിക്കാരനാണ്, സർക്കാർ ജീവനക്കാരൻ അല്ലെങ്കിൽ റിട്ടയർഡ് ചെയ്ത ആളാണ് എന്ന് മാത്രമാവരുത് ക്വാളിറ്റി. നമ്മുടെ ഈ സംഘടനയുടെ ആശയങ്ങളും ആദർശങ്ങളും നമ്മുടെ കാഴ്ചപ്പാടുകളും 100% പറഞ്ഞ് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ആ വ്യക്തിയെ ഈ സംഘടനയിലേക്ക് ചേർക്കാവൂ എന്നുള്ള ചെറിയൊരു റിക്വസ്റ്റ് എനിക്ക് നൽകാനുണ്ട്. നമുക്കറിയാം പല ആളുകളും പല സംഘടന, ഇപ്പോൾ ഇത് വലിയൊരു ഒരു സംഘടനയായിട്ട് പറഞ്ഞു. ഒരു വർഷം മുമ്പ് കൊല്ലത്ത് വലിയൊരു സംഘടന, ഇതിൻ്റെ 2 ഇരട്ടി ആളുകളുണ്ടായിരുന്നു. സാമ്പത്തിക അച്ചടക്കം എന്നുള്ള ആ ഒരൊറ്റ കാര്യം കൊണ്ടാണ് ആ സംഘടന അടിച്ചു പിരിഞ്ഞത് എന്ന് പറയാതിരിക്കാൻ വയ്യ. അത്തരം ആളുകളെ സംഘടനയിലേക്ക് കൊണ്ടുവരുമ്പോഴും ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടായിരിക്കണം മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിൽ, അല്ലെങ്കിൽ നാളുകൾ ഇതും തന്നെ അടിച്ചു പിരിയുന്ന രീതിയിലേക്ക് പോകും. എനിക്ക് വളരെ താഴ്മയോട് പറയാനുള്ളത് സാമ്പത്തിക അച്ചടക്കം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പാലിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ഭീം. ജയ് ഭീം. എല്ലാവർക്കും നമസ്കാരം. തൃശ്ശൂർ ജില്ല എന്നാണ് നമ്മുടെ രാജൻ സാറിൻ്റെ പാതയിലൂടെ ഒപ്പം നടന്ന് സംസ്ഥാന കമ്മിറ്റി അല്ലാത്തതുകൊണ്ടാണ് എന്നെ അറിയാത്തത്. അല്ലെങ്കിൽ രാജൻ സാറിൻ്റെ ഒപ്പം തന്നെ നടന്ന ഒരാളാണ് ഞാൻ. നമ്മുടെ ഗ്രൂപ്പിൽ ചർച്ച വന്നത് ഒന്ന്, നിതിൻ രാജിൻ്റെ വിഷയത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടില്ല ഇതുവരെ പൂർണ്ണമായിട്ടും. അതിനുശേഷം അതിൻ്റെ തുടർ നടപടികളുമായിട്ട് നമ്മുടെ സംഘടന മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്നൊരു മറുപടി കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ മറ്റ് കോളേജുകളിൽ ഇപ്പോൾ ഇതിൻ്റെ പോലെ തന്നെ മറ്റുള്ള കോളേജുകളിലും പല കോളേജുകളിൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് നമ്മുടെ സംഘടനയ്ക്ക് ഏതെങ്കിലും കോളേജുകളെ അതുപോലെ ഇതിന് ശേഷം ഒരു വിഷയം ഉണ്ടായിട്ട് ഇടപെടുന്നതിനേക്കാൾ മറ്റുള്ള കോളേജുകൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടക്കുന്നുണ്ടോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരാതികളോ ഇത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുകൂടി പറയാൻ. SC വിഭാഗങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകൾ അത്
അത് ഇരട്ടിയാക്കണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരുടെ ജീവിത സാഹചര്യവും പഠന സാഹചര്യവും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഇരട്ടിയാക്കാനുള്ള ഇടപെടൽ നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം. പിന്നെ ഈ ആനുകൂല്യങ്ങൾക്ക് പലപ്പോഴും ഈ വരുമാന പരിധി പറയുന്നുണ്ട്. അത് നമ്മുടെ വിഭാഗത്തിന് ആ വരുമാന പരിധി ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം വെക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ SSC ജീവനക്കാർക്കെതിരെയുള്ള ഈ ജാതിപരമായ കീഴ്ത്തലുകൾ എന്തെങ്കിലും ഇപ്പോൾ പല സ്ഥലത്തും നമ്മൾ ഇടപെട്ട് അത് പ്രൊമോഷൻ സംവിധാനത്തിൽ ഇടപെട്ട് പറഞ്ഞത് വേറെ എവിടെയെങ്കിലും അതുപോലെ സംവിധാനങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ടോ, ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ഇന്ന് ചോദിക്കാനുള്ളത്. പിന്നെ SSTയിലുള്ള കുട്ടികൾക്ക് ഈ ജോലിയുടെ കാര്യത്തിൽ ആനുപാതികമായ ഒരു എണ്ണം കിട്ടണം. അതോടൊപ്പം തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് മാഡം പറഞ്ഞാണ്. അതുപോലെ തന്നെ ഈ റെസിഡൻഷ്യൽ സ്കൂളുകൾ, മോഡൽ MRSS പോലെയുള്ള സ്കൂളുകളിലൊക്കെ വളരെ ശോചനീയമാണ്. ഇപ്പം നായരങ്ങാടി, ചാലക്കുടിയുടെ ഭാഗത്തൊക്കെ നായരങ്ങാടി സ്കൂൾ, അതുപോലെ തന്നെ തൃശ്ശൂർ സിറ്റിയിലാണെങ്കിൽ ചേലക്കര, വടക്കഞ്ചേരി പോലുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ എനിക്കറിയുന്ന 2-3 സ്കൂളുകളുണ്ട്. വളരെ ശോചനീയ അവസ്ഥയാണ്. നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ ഇടപെട്ട് നമുക്കതിൻ്റെ പ്രവർത്തനങ്ങളും അവരുടെ ഭക്ഷണ ക്രമങ്ങളൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലാക്കാനുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അതുപോലെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നാണ് നമ്മുടെ ആൾക്കാർ പരമാവധി ലോൺ എടുത്ത് ഇൻഡുട്ട കൊടുത്ത് സ്ഥലങ്ങളിൽ മുഴുവൻ ഒപ്പിട്ട് കൊടുത്ത് ആത്മഹത്യാ പ്രവണത ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് നമ്മുടെ കോളനികളിലാണ്. ഒരു പരിധിവരെ വേണമെങ്കിൽ കണക്കെടുത്ത് നോക്കിയാൽ പല വീടുകളും ഇന്ന് അതേപോലത്തെ വിവിധ തരം ലോണുകളിലെ പ്രശ്നങ്ങൾ ഇടപെട്ട് അവരുടെ കുടുംബം തന്നെ തകരാറായി നിൽക്കുന്നുണ്ട്. അപ്പോൾ പല ലോണുകളും വലിയ വലിയ ലോണുകളൊക്കെ എഴുതി തള്ളുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആൾക്കാർക്കുള്ള ചെറിയ ചെറിയ ലോണുകളൊക്കെ എഴുതി തള്ളാനുള്ള ഇടപെടലും കൂടി ഉണ്ടാകണം. പിന്നെ സംസ്ഥാന സമ്മേളനം നടത്തുന്ന ഈ സംഘാടക സമിതിയെ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. സമ്മേളനം നടത്തിയ ഈ റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അതേപോലെ തന്നെ ഇവിടുത്തെ ബൈലോ ഭേദഗതിയും അത് ജനറൽ കൗൺസിലിൽ വെച്ച് നിങ്ങൾ തീരുമാനമെടുത്തുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ വിചാരം. അപ്പം അത് ഇവിടെ അവതരിപ്പിക്കാൻ കാണിച്ച ആ മനസ്സിനും അതിനും തൃശ്ശൂർ ജില്ലയുടെ എല്ലാവിധ പിന്തുണയും പറയുന്നു. അതുപോലെ സംസ്ഥാന കമ്മിറ്റി തിരഞ്ഞെടുക്കുമ്പോൾ സ്ത്രീകളുടേതായ ആനുപാതികമായ ഒരു എണ്ണം കൂടിയും സംസ്ഥാന കമ്മിറ്റിയിലുണ്ടാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പരമാവധി ഞങ്ങൾക്ക് നൽകിയ കൂപ്പണെല്ലാം പരമാവധി വിറ്റ് തീർക്കാനുള്ള ശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് കൂടി അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. വയനാട് ധർമ്മപാലൻ, അതിന് കോഴിക്കോട് ഗംഗാധരൻ, കോട്ടയം ആലപ്പുഴ പേര് വന്നിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വയനാട് ജില്ലയിൽ നിന്നാണ്. വയനാട് ജില്ലയിൽ നിന്ന് ഞാൻ മാത്രമേ വന്നിട്ടുള്ളൂ. കാരണം അവിടെ ഒരു പെർമനന്റ് കമ്മിറ്റി രൂപീകരിച്ചിട്ടില്ല. ഒരു താൽക്കാലിക കമ്മിറ്റി മാത്രമേ ഇപ്പം നിലവിലുള്ളൂ. അതിൻ്റെ സെക്രട്ടറിയാണ് ഞാൻ. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ചർച്ച നടന്നിട്ടില്ല. പിന്നെ എനിക്ക് കോഴിക്കോട് നിന്ന് ഒരാൾ, ഒരു ഗോപാലൻ സാറ് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വയനാടിനെ സംബന്ധിച്ച് 3 സോണുകളായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അത് നമ്മളെ സംസ്ഥാന ഘടകം പ്രത്യേകം ഒന്ന് ഇടപെടേണ്ടതാണ്. നിയമസഭാ മണ്ഡലം നോക്കുകയാണെങ്കിൽ കൽപ്പറ്റ, മാനന്തവാടി, ബത്തേരി, ആ രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം ഒരുപാട് ജീവനക്കാരും സർക്കാർ ജീവനക്കാരും അതുപോലെ തന്നെ പെൻഷനേഴ്സും ഉള്ള ഒരു ജില്ലയാണ് വയനാട്. ഇപ്പം നമുക്ക് നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയൊക്കെ ഉണ്ട് വയനാടിൻ്റെ. പക്ഷെ അതിലൊക്കെ ഒരു 80 പേരോളം ഉണ്ട്, നിലവിൽ 80 പേരോളം ഉണ്ട്. പക്ഷെ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ല. അപ്പം അത് നമ്മുടെ സംസ്ഥാന ഘടകമൊക്കെ ഇടവിട്ടിട്ട് എല്ലാവരെയും ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരെയൊക്കെ അടുത്തൊന്ന് പോയിട്ട് നേരിട്ട് കണ്ട് സംസാരിച്ച് നമ്മളെ ഈ പ്രസ്ഥാനം ഒന്ന് ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ നമുക്കവിടെ ആദ്യമായി നമുക്ക് ചെയ്യേണ്ടത് വയനാട് ജില്ലയെ സംബന്ധിച്ച് നല്ലൊരു കമ്മിറ്റി രൂപീകരിക്കണം. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ആവശ്യം. അതിന് സംസ്ഥാന ഘടകത്തിൻ്റെ സഹായം ആവശ്യമാണ്. ചരിത്ര പഠന കാലഘട്ടത്തിൽ ഞങ്ങൾ
അതുപോലെ നമ്മൾ ഈ സമ്മാന കൂപ്പണെ സംബന്ധിച്ച് പിന്നെ വലിയൊരു തുകയാണ്. അത് 500 രൂപ വെച്ചാണ് നമ്മളെ സമ്മാന കൂപ്പൺ അടിച്ചിരിക്കുന്നത്. അതിപ്പോൾ നമ്മളെ ഒരു ജീവനക്കാരെടുത്ത് പോലും കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മടി കാണിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആകെ എനിക്ക് ഒരു സെറ്റ് കൂപ്പൺ ഒരു 10 എണ്ണമാണ് എനിക്ക് ശരിക്കും ചിലവായിട്ടുള്ളത്. അതേ സ്ഥാനത്ത് അത് പിന്നെ എമൗണ്ട് കുറയ്ക്കുകയാണെങ്കിൽ ഒരുപാട് പേരുകളിൽ അത് ജനകീയമാക്കാൻ പറ്റും. കാരണം ഇപ്പൊ പലരും അത് എടുക്കാൻ മടി കാട്ടുകയാണ്. അപ്പൊ 1-2 പേരെ വെച്ച് നമുക്ക് എടുക്കാന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചർച്ചയിൽ പങ്കെടുത്ത വേദിയിലുള്ള മുഖ്യാതിഥികളെ, ഞാൻ കോഴിക്കോട് ജില്ലയെ പ്രതിനിധീകരിക്കുകയാണ്. എൻ്റെ പേര് ഗംഗാധരൻ KT. ഞാൻ റബ്ബർ ബോർഡ് ഡെപ്യൂട്ടി ഡയറക്ടറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ഇവിടെ പറഞ്ഞ കുറേ കാര്യങ്ങൾ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, അത് പറയുന്നില്ല. എങ്കിലും ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മൾ സർവീസിലുള്ള ആളുകൾ, ഒരുപാട് ആളുകൾ പല തസ്തികയിലുണ്ട്. ഒരു തസ്തികയിലുണ്ട്, അല്ലാത്ത ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ തന്നെ വലിയ ശിക്ഷയും, മറ്റുള്ള ആളുകൾ വലിയ കുറ്റം ചെയ്യുക, ചെറിയ ശിക്ഷയും കൊടുക്കുന്ന ഒരു രീതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കാൻ വേണ്ടി ഒരു മോണിറ്ററിങ് കമ്മിറ്റി ഉണ്ടായിരിക്കണമെന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. കാരണം ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ വളരെ ശക്തമായ ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ കീഴിലാണ് ഞങ്ങൾ ഓരോ അസംബ്ലി മണ്ഡലത്തിലും ഓരോ നിയോജക മണ്ഡലത്തിലും പുതിയൊരു കമ്മിറ്റി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഒരു ഓഫീസ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കോഴിക്കോട് ജില്ലയ്ക്ക്. ആ ഓഫീസ് മാത്രമല്ല, അവിടെ PSC ക്ലാസ് കൂടെ സംഘടിപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കുമെന്നൊരു അഭിപ്രായം കൂടി ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാമതായിട്ട് ഈ സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ, ഇപ്പം എല്ലായിടത്തും സോഷ്യൽ മീഡിയ ആണല്ലോ ഉള്ളത്. അപ്പോൾ ആ സോഷ്യൽ മീഡിയ ലൈവായിട്ട് ചെയ്യാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ കൂടിയുള്ള ആളുകളാണ് നമ്മൾ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് എളുപ്പമുള്ള കാര്യമാണല്ലോ, മീഡിയ എളുപ്പമുണ്ട്. അപ്പോൾ ആ സോഷ്യൽ മീഡിയയിൽ കൂടെയുള്ള ഒരു ലൈവായിട്ട് ഞങ്ങൾ നടത്താൻ ആലോചിക്കുകയാണ്. പിന്നെ ഓഫീസിൻ്റെ മാത്രം ഒരു ബിൽഡിംഗ് മാത്രം പോരാ എന്നും അവിടെ മറ്റ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക. കാരണം വെച്ചാൽ നമ്മൾ ഉത്ഭുതരാകുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പം ഞങ്ങൾ കുറേ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് ഈ സംഘടനയുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെ. അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ചെറുപ്പക്കാർക്ക് കുറേ അവബോധം ഉണ്ടാക്കണം. ആ ക്ലാസ്സുകൾ നിരന്തരം ക്ലാസ്സുകൾ കൊടുത്താലേ അതുണ്ടാവുള്ളൂ എന്നുള്ള അഭിപ്രായം ഞങ്ങളുടെ ഇടയ്ക്ക് തന്നെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളും സൈക്കോളജികളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ക്ലാസ്സുകൾ കൊടുക്കാനാണ് ഞങ്ങൾ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം തന്നെ. മൂന്നാമതെന്താണെന്ന് വെച്ചാൽ ഈ ചായറ്റവൾ പ്രവർത്തനമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം എനിക്ക് തന്നെ അറിയാലോ, ഇപ്പം നമ്മൾ സാധനം പറയാറുണ്ട്, രാഷ്ട്രീയം പറയുന്നതല്ല, ഒരു SCയുടെ അല്ലെങ്കിൽ SCയുടെ ഒരു വീടുണ്ടാക്കാൻ 4 ലക്ഷവും ഒരു ചാണകക്കുഴി ഉണ്ടാക്കാൻ 5 ലക്ഷവും കൊടുക്കുന്നതെന്ന് കളിയാക്കി പറയാറുണ്ട്. സത്യമാണെന്ന് അറിഞ്ഞൂടാ. എങ്കിലും ഇങ്ങനെ കിട്ടുന്ന പൈസ കൊണ്ട് വീടുണ്ടാക്കാൻ സാധിക്കില്ല. അപ്പം ആ വീട് പൂർത്തീകരിക്കാൻ മിക്കവാറും നമുക്കറിയാം, ഉന്നതികളിൽ പോകുമ്പം കാണാം അവിടെ ഒന്നും വീടുകൾ പൂർണ്ണമായ വീടുകളായിരിക്കില്ല. ഒന്നുകിൽ തേച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ കക്കൂസ് ഉണ്ടാവില്ല, അങ്ങനെ എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, എന്തായാലും ഇൻകംപ്ലീറ്റ് ആയിരിക്കും. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയും അവിടേക്ക് സാധിക്കുന്ന സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു കാര്യം. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ സെക്രട്ടറി നേരത്തെ പറഞ്ഞിട്ടായിരുന്നു, വളരെ ചുരുക്കം ആളുകളാണ്, ശക്തിയുള്ള സംഘടനയാണെങ്കിൽ തന്നെ വളരെ ചുരുക്കം ആളുകളേ ഉള്ളൂ. എല്ലാ ഏരിയയിൽപ്പെട്ട ആളുകളില്ല, കാരണം അവരെ കാണാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാ ആളുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പുതിയൊരു കമ്മിറ്റി ഉണ്ടാവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ ഭാഗത്തുള്ള ആളുകൾ ഉണ്ടാവുകയാണെങ്കിൽ കാണാൻ എളുപ്പമുണ്ടല്ലോ. ഇപ്പോൾ ഞങ്ങൾക്ക് അറിയാലോ, കോഴിക്കോട് ജില്ലയുടെ പേരാമ്പ്ര ഭാഗത്ത്, കുറ്റ്യാടി ഭാഗത്ത്, അതുപോലെ കടിയങ്ങാട് ഭാഗത്തൊന്നും ആരും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ കൂടുതലായിട്ട് ആകർഷിക്കാനും അവരെ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്താനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. എങ്കിൽ മാത്രമേ ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം സുഗമമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. അതൊരു കാര്യം. രണ്ടുള്ളതെന്ന് വെച്ചാൽ നേതൃത്വ പരിശീലന ക്ലാസ്സുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ കുറേ ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ. നമ്മുടെ പ്രസിഡന്റിനൊക്കെ അറിയാം. അപ്പോൾ അവരൊക്കെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ക്ലാസ്സുകൾ കൊടുക്കണം. കാരണം നമ്മളെ ആളുകൾ ഉത്ഭുതരാക്കണമെങ്കിൽ ആ ക്ലാസ്സുകൾ കൊടുത്തേ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ പങ്കെടുപ്പിച്ച എല്ലാ സൈക്കോളജിസ്റ്റുകളും പറയണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നേതൃത്വ പരിശീലന ക്ലാസ്സുകൾ കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.
പിന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഈ AEPW എന്ന് പറയുമ്പോൾ അംബേദ്കർ റൈറ്റ്സ് എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷനാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വെച്ചാൽ ഈ ഉദ്യോഗസ്ഥന്മാരാകുമ്പോൾ അല്ലെങ്കിൽ റിട്ടയർ ആക്കാൻ ആൾക്കാരാകുമ്പോൾ പെൻഷൻ ഉണ്ടാവുമല്ലോ, സാമ്പത്തികമായിട്ട് കുറച്ച് കഴിവുണ്ടാവുമല്ലോ എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഞങ്ങളെ സംഘടന പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജോലിക്കല്ലാത്ത ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സംഘടന ഒന്നും കൂടെ ശക്തിപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരു അഭിപ്രായം. അത് വളരെ ശരിയായ കാര്യമാണ്. വെച്ചാൽ നമ്മൾ പൈസയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ എംപ്ലോയീസ് ആകുമ്പോൾ അല്ലെങ്കിൽ പെൻഷനേഴ്സ് ആകുമ്പോൾ, ഞാൻ പെൻഷനാണ്, അപ്പോൾ പെൻഷനാകുമ്പോൾ കുറച്ച് പൈസ ഉണ്ടാകുമല്ലോ, എങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റും എന്നുള്ള ധാരണയുണ്ട്. അപ്പോൾ അതല്ലാതെ ഈ ജോലിക്കാരല്ലാത്ത സാധാരണക്കാരെയും ഉൾപ്പെടുത്താൻ കൂടെ എന്നുള്ള ഒരു അഭിപ്രായം ഞങ്ങളെ ഗ്രൂപ്പിൽ നിന്ന് ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ നോട്ട് ചെയ്യണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒക്കെയാണ് ഞാൻ ആവർത്തനം വരച്ചുകൊണ്ട് ഞാൻ പറയുന്നില്ല, കാരണം പല കാര്യങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.